ബോസ് കുരുവിള. കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കാം. ഇന്നത്തെ ഈ വെബിനാറിന്റെ മോഡറേറ്ററായി അനുഷ്ഠിക്കുന്ന കർത്താവിദാസും പാസ്റ്റർ ജോബ് ഉദ്ഘാടന സന്ദേശം നൽകി ഈ മീറ്റിംഗ് ഉദ്ഘാടനം നൽകിയ ഷാരോൺ ഗ്രൂപ്പ് ചർച്ചിന്റെ നാഷണൽ പ്രസിഡന്റായി അനുഷ്ഠിക്കുന്ന ബഹുമാനിയ കർത്താവിദാസും പാസ്റ്റർ എബ്രഹാം ജോസഫ്, ഷാരോൺ ഗ്രൂപ്പ് ചർച്ച് റൈറ്റ് ഓഫ് ഫോറത്തിന്റെ എക്സിക്യൂട്ടീവ് ആയികളായി സേവനം അനുഷ്ഠിക്കുന്ന പാസ്റ്റർ സാന്റി മുതല, എന്നെ ഇതിനായി ഇൻവൈറ്റ് ചെയ്ത പ്രിയ സ്നേഹിതൻ പാസ്റ്റർ അനീഷ് കൊല്ലങ്കോട്, പാസ്റ്റർ മരായ JP വെണ്ണംകുളം, സെന്റ് ജോർജ്, ജോബിസ് പാസ്റ്റർ, മറ്റ് ഇതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, വിദേശത്തും സ്വദേശത്തും എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവർ, എല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് നമ്മളിവിടെ ഇരിക്കുമ്പോൾ പ്രിയ ജോബാസ് പറഞ്ഞതുപോലെ വയനാട്ടിലെ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ദുഃഖത്തിലായിരിക്കുന്ന സഹോദരങ്ങളോടുള്ള സ്മരണാഞ്ജലികളും സ്നേഹവും അറിയിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ വെബിനാർ ആരംഭിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ മനസ്സുകൾക്ക് എനിക്കുള്ള ആദ്യമുള്ള ലളിതമായ റിക്വസ്റ്റ്, ഇതൊരു അക്കാഡമിക്കൽ പെർസ്യൂട്ടിനുള്ള ഒരു കണ്ടന്റ് ആണ് എനിക്ക് റൈറ്റേഴ്സ് ഫോറം നൽകിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ തുടക്കവും ചിന്തകളും ഒക്കെ ഒരു പ്രസംഗം എന്നതിനേക്കാൾ ഉള്ള വ്യത്യസ്തമായ ചിന്തയിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. കഴിയുന്ന കാര്യങ്ങൾ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുവാൻ ശ്രമിക്കും. ജോപാസ് എന്റെ സ്ക്രീൻ ഷെയർ ഒന്ന് ഓൺ ആക്കി തരണം. എന്റെ സ്ക്രീൻ ഷെയർ ക്ലോസ്ഡ് ആണ്. ഒന്ന് സ്ക്രീൻ ഷെയർ ഓൺ ആക്കി തന്നാൽ എനിക്ക് സ്ക്രീൻ ഷെയറിലൂടെ പോകാം. ഓണാക്കുന്നതിന് വരെ ഞാൻ സംസാരിച്ചു തുടങ്ങുകയാണ്. സ്ക്രീൻ ഷെയർ ഉണ്ടെങ്കിൽ വാക്കുകൾ പലപ്പോഴും ബുദ്ധിമുട്ട് വരും. ജോബാസ് പറഞ്ഞതുപോലെ ബ്ലസൻ പാസ്റ്ററിനോട് ചോദിച്ചിരുന്നു എന്താണ് ഉത്തരാധുനികത, എന്താണ് ആത്മീയത, എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും സംശയമില്ല എന്ന് തന്നെയാണ് എന്റെ ചിന്ത. കാലഘട്ടത്തെ തിരിച്ചറിഞ്ഞ് റൈറ്റേഴ്സ് ഫോറം മുമ്പോട്ട് വെക്കുന്ന ചൂടുകൾക്ക് എന്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാനത് ആരംഭിക്കുകയാണ്. വേദപുസ്തകമായി ചരിത്രം പുസ്തകമാണ് വേദപുസ്തകം. ഹിസ്റ്റോറിക്കൽ ബുക്കാണ്. നമ്മളെല്ലാവരും ചരിത്രത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണ്. ചരിത്രത്തിന്റെ ഓരോരോ ഏടുകളിൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് അനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ മുന്നോട്ട് നയിക്കും. വേദപുസ്തക ചരിത്രം നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്താണ് പോസ്റ്റ് മോഡേണിസം എന്നുള്ളത് നമ്മൾ ചിന്തിക്കും. ഉത്തരാധുനികത എന്ന് ചിന്തിക്കുമ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അല്പം കൂടെ വ്യത്യസ്തമായ ചിന്തകളിലേക്ക് നമ്മൾ കടക്കുന്നതിലേക്ക് കടന്നു. പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത് കണ്ടംപററി എന്നുള്ളതല്ല, സമകാലികത എന്നുള്ളതല്ല. പലപ്പോഴും ഇന്റർചേഞ്ചബിൾ ആയിട്ട് ആൾക്കാർ ഉപയോഗിക്കാറുണ്ട്. ഒരു ലിറ്റററി ക്രിറ്റിസിസം ഒക്കെ ഉപയോഗിക്കുന്നത് തെറ്റില്ല. എങ്കിൽ പോലും തത്വചിന്താപരമായിട്ടും ദൈവശാസ്ത്രപരമായിട്ടും ഒക്കെ ഉപയോഗിക്കുമ്പോൾ വ്യത്യസ്തമായ പദങ്ങളായിട്ട് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. നമുക്ക് പരിചിതമുള്ള പദം ആധുനികത എന്നുള്ളതാണ്. അതിനോട് തന്നെ ചേർന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഉത്തരാധുനികത, ആധുനികതയ്ക്ക് ശേഷമെന്ന് ലളിതമായിട്ട് നമുക്ക് വിവക്ഷിക്കുവാൻ കഴിയും. എന്നാൽ അതിനേക്കാൾ അപ്പുറമാണ് 1870-കൾ മുതൽ വളർന്നു വന്ന ഒരു തത്വശാസ്ത്ര, അതോടൊപ്പം തന്നെ വാസ്തുശാസ്ത്രത്തിലും ചേർന്ന് വന്ന് പിന്നീട് വളർന്നു വന്ന് ഇന്ന് ലോകത്തിൽ വിമർശിക്കപ്പെടുന്ന സകലവിധമായ ചിന്താരീതികളെയും പ്രവർത്തന രീതികളെയും ആശയരീതികളെയും ഏറ്റവും ശക്തമായി സ്വാധീനിക്കുന്ന ഒരു അക്ഷരീകമായി വളരെ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തത്വചിന്താ മൂവ്മെന്റ് ആണ് പോസ്റ്റ് മോഡേണിസം അല്ലെങ്കിൽ ഉത്തരാധുനികത എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ വീടുകളെല്ലാം നോക്കുമ്പോൾ ലളിതമായി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. നമ്മൾ എല്ലായിടത്തും പോയാൽ നമുക്ക് എല്ലായിടത്തും ഇന്ന് അറേബ്യൻ ഫുഡ് ഉണ്ട്. മന്തി എന്ന് പറഞ്ഞാൽ നമുക്ക് പണ്ടത്തെ കാലത്ത് എന്റെ ചിന്തയിൽ കുരങ്ങിന് ഒരു 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 പര്യായം പോലെ നമ്മൾ കേട്ടിരുന്ന പദമാണ്. ഇന്ന് പക്ഷെ മന്തി എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണമായിട്ട് നമുക്കറിയാം. അതിന് കാരണം പോസ്റ്റ് മോഡേണിസം കൊണ്ടുവരുന്നതാണ്. നോ ബൗണ്ടറീസ്, അതിരുകളില്ലാത്ത സാംസ്കാരിക വിനിമയം എന്നുള്ളതിൽ പോസ്റ്റ് മോഡേണിസത്തിന്റെ വലിയൊരു സംഭാവനയാണ്. ഏത് ഭക്ഷണവും നമ്മുടെ കൊച്ചു വീട്ടിൽ ഇരുന്നു കൊണ്ട് നമ്മളൊരു ഫോൺ എടുത്ത് ഓർഡർ ചെയ്യുമ്പോൾ ലോകത്തിലെ വിവിധമായ സംസ്കാരങ്ങളിൽ ഭക്ഷണം എന്നുള്ളത് സംസ്കാരത്തിന്റെ സമന്വയത്തിന്റെ കൂടിച്ചേരലാണ്. അതിനകത്ത് ചേരുന്ന പല കറിക്കൂട്ടുകളും ഒക്കെ പല സംസ്കാരങ്ങളുടെ ഇഴകളിലൂടെയാണ്. അങ്ങനെ ലഭ്യമാകുന്ന ഭക്ഷണങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ എത്തിച്ചേർത്തക്കവണ്ണം മാറ്റങ്ങളെ കൊണ്ടുവന്ന ഒരു വലിയ സ്വാധീന ശക്തി കൂടിയാണ് ഉത്തരാധുനികത എന്ന് പറയുന്നത്. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നമ്മുടെ പ്രതിപക്ഷ നേതാവായ VD സതീശന്റെ ഒരു സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നു. വളരെ അറിവുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പോസ്റ്റ് ട്രൂത്ത് വേൾഡ് എന്നുള്ള വാക്കാണ് അദ്ദേഹം ആവർത്തിച്ച് ഉപയോഗിച്ചതായ ഒരു പദം. സത്യാനന്തര ലോകം എന്നാണ്. അപ്പോൾ ഇന്ന് പോസ്റ്റ് മോഡേണിറ്റിയിൽ നിന്ന് അല്പം കൂടെ വ്യത്യസ്തമായ സത്യാനന്തര ലോകം, പോസ്റ്റ് ട്രൂത്ത് വേൾഡ് എന്നുള്ള ചിന്തയിലേക്ക് വരികയും ഇന്നത്തെ മാധ്യമങ്ങൾ, നമ്മളൊരു മാധ്യമമാണ് ഉപയോഗിക്കുന്നത്, ഇന്നത്തെ മാധ്യമങ്ങൾ സത്യത്തെ വിഭജിക്കുന്നതിൽ, അതിന് വിനിമയങ്ങളെ നൽകുന്നതിൽ പക്ഷപാതപരമായും ഉച്ചനീചത്വങ്ങൾ നൽകുന്നവരുമാണ് എന്നുള്ള ചിന്തയിൽ നിന്ന്
എഴുതി ഉണ്ടാക്കിയ പോസ്റ്റ് ട്രൂത്ത് വേൾഡിലാണ് നമ്മൾ ഇന്ന് തത്വശാസ്ത്രപരമായ ചിന്തകളും മതപരമായ അന്വേഷണങ്ങളും ഒക്കെ എത്തിച്ചേരുന്നത്. അതോടൊപ്പം തന്നെ ബൈപോളാരിറ്റിയും വ്യത്യസ്തമായ വിഭിന്നമായ സമൂഹങ്ങളെ ഒരുമിച്ച് കാണേണ്ടതിന് വേണ്ടി കൊണ്ടുവരുന്ന ഒരു കൂടിച്ചേരലുകളെയും ഒക്കെ പ്രത്യേക കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സഭ ആത്മീയതയെ എങ്ങനെയാണ് വിഭജിക്കുന്നത്? ഞാൻ ആ ചിന്ത മുമ്പോട്ട് കൊണ്ടുവരുമ്പോൾ അത് കൊണ്ടുവരാം. ചേതൻ ഭഗത് എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ എഴുത്തുകാരൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയെ പറ്റി പറഞ്ഞു, ഇന്ത്യ ഹാസ് നോ മോർ റിലീജിയൻസ് ബട്ട് ഇന്ത്യ ഓൺലി ഹാസ് സ്പിരിച്വാലിറ്റീസ്. ഇന്ത്യക്ക് മതങ്ങൾ ഇപ്പോഴില്ല, ഇന്ത്യക്ക് അധ്യാത്മതകളും ആത്മീയതകളുമാണുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായം എന്താണെന്ന് ചോദിച്ചാൽ മതത്തെ വിമർശിക്കുന്നവർ, അതിനോട് കഠിനമായി വിയോജിപ്പുള്ളവർ എപ്പോഴും പറയും ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായം മതമാണ് എന്ന്. നമ്മൾ മതത്തിന്റെ ഭാഗമല്ല എന്നുള്ള ഒരു സപ്നയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്. നമ്മൾ ഒരു വിശ്വാസ യാത്രയിൽ, ഒരു വിശ്വാസ സമൂഹത്തിൽ അതിന്റെ വിശ്വാസ നായകനോട് കൂടിയാണ്. എന്നാൽ ക്ലാസിഫൈഡ് ആയിട്ട് പഠിക്കുമ്പോൾ അതിനൊരു രീതിയിലായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ ഉത്തരാധുനിക സമൂഹത്തിൽ പെന്തിക്കോസ്ത് സമൂഹത്തിന്റെ ആത്മീയതയ്ക്ക് എങ്ങനെയാണ് നമുക്കൊരു വിവരണം നൽകുവാൻ കഴിയുന്നത്? അതിന്റെ ശക്തി എന്താണ്? അതിന്റെ ദൗർബല്യം എന്താണ്? അത് നേരിടുന്ന വെല്ലുവിളികൾ എന്താണ്? ഇങ്ങനെ നമ്മൾ വിവരിക്കുമ്പോൾ പെന്തിക്കോസ്ത് സമൂഹം എന്നുള്ള വാക്ക് പ്രത്യേകിച്ച് നമ്മളായിരിക്കുന്ന കാലഘട്ടത്തിൽ അല്പമായി വിശദീകരിച്ചതിന് ശേഷം വേണം മറ്റു ചിന്തകളിലേക്ക് കടന്നു പോകാൻ. ഇവിടെ ഇരിക്കുന്ന ഈ റൈറ്റേഴ്സ് ഫോറം, ഷാരോൺ ബ്രൂസ് ചർച്ച് എന്ന് പറഞ്ഞ പെന്തിക്കോസ്ത് സമൂഹത്തിന്റെ സഭയുടെ ഭാഗമാണ്. നമ്മൾ നമ്മളെ തന്നെ പരിചയപ്പെടുത്തുന്നത് മലയാളത്തിൽ പാരമ്പര്യ പെന്തിക്കോസ്തുള്ള വാക്ക് ഉപയോഗിക്കും. എത്രത്തോളം അർത്ഥവ്യാപ്തി അതിന് നൽകുവാൻ കഴിയുമെന്ന് ഒരു ചിന്താതീതമായിട്ട് പറയാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ ഒരു തിയോളജിക്കൽ ഫ്രെയിംവർക്കിൽ പറയാൻ കഴിയത്തില്ല. പക്ഷെ ക്ലാസിക്കൽ പെന്റക്കോസ്റ്റൽ എന്നുള്ള ഇംഗ്ലീഷ് പദം അല്പം കൂടെ അർത്ഥസമ്പുഷ്ടിയുള്ളതാണ്. ക്ലാസിക്കൽ എന്നുള്ള വാക്ക് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി, വീരേന്ദ്ര സേവാഗ് ഒരു ക്ലാസിക്കൽ ക്രിക്കറ്റർ അല്ല. വരുന്ന ബോളിനെ അടിച്ചു പറത്തുക എന്നുള്ളതാണ് സേവാഗിന്റെ മുമ്പിലെ ലക്ഷ്യം. രാഹുൽ ദ്രാവിഡ് ഒരു കോപ്പി ബുക്ക് കളിക്കുന്ന ഒരു ക്രിക്കറ്ററാണ്, ഒരു ക്ലാസിക്കൽ ക്രിക്കറ്ററാണെന്ന് നമുക്ക് പറയാൻ കഴിയും. അദ്ദേഹത്തിന്റെ ഫുട് വർക്ക്, അദ്ദേഹത്തിന്റെ ബാറ്റ് ചെയ്യാനുള്ളതായ ടെക്നിക്സ് എല്ലാം ഒരു ക്രിക്കറ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ പഠിപ്പിക്കുന്ന ഒരു ബുക്കിനെ പോലെയാണ്. അപ്പം യഥാർത്ഥമായ തത്വദീക്ഷതയോടെ അനുരഞ്ജനങ്ങളില്ലാതെ കൃത്യമായി വിഭജിച്ചിരിക്കുന്ന വ്യവസ്ഥകൾക്കനുസരിച്ച് ന്യായവും നിയതവുമായ പ്രമാണങ്ങളോട് കൂടിച്ചേർന്ന് പോകുന്ന ഒരു സമൂഹം എന്നാണ് ക്ലാസിക്കൽ പെന്റക്കോസ്റ്റൽ ചർച്ചസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് അർത്ഥം നമുക്ക് നൽകുന്നത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പല അനുഭവങ്ങളെയും സബ്ജക്റ്റീവായിട്ട് നമ്മൾ പറയുക. എന്നാൽ ഒബ്ജക്റ്റീവായ ചിന്തയിൽ, വസ്തുനിഷ്ഠപരമായ ചിന്തയിൽ ഒരു സമൂഹത്തെ മനസ്സിലാക്കുമ്പോൾ സമൂഹത്തിന് തീർച്ചയായിട്ടുള്ള അടിസ്ഥാന വിശ്വാസ സംജ്ഞകളുണ്ട്. അതിൽ അനുഭവം പിന്നീടാണ് വരുന്നത്. വേദപുസ്തക ചിന്തയിൽ വെളിപ്പാട് എന്നുള്ള ചിന്ത, റെവലേഷൻ എന്ന വാക്ക് വരും. അതിൽ റെക്കോർഡ് ഓഫ് റെവലേഷൻ, നൽകപ്പെട്ട വെളിപ്പാടിന്റെ കാനോനികമായി നമുക്ക് നൽകപ്പെട്ട സത്യവേദ പുസ്തകം, ആ വേദപുസ്തകത്തിൽ നൽകുന്ന വ്യാഖ്യാനങ്ങളോട്, അത് നൽകുന്ന പഠിപ്പിക്കലുകളോട് എത്രയും ക്ലാസിക്കലായി ചേർന്ന് നിൽക്കുന്നു. ഇവിടെ പ്രിയ ബാബു പാസ്റ്റർ സംസാരിച്ചപ്പോൾ ആ വാക്കുകൾ നമുക്ക് വേണ്ടി ഉപയോഗിച്ചു. എങ്ങനെയാണ് വിശ്വാസ സമൂഹം എന്നുള്ളത് നമ്മൾ അതിന്റെ ഓർത്തഡോക്സിയുള്ള വാക്ക് തന്നെ റൈറ്റ് ഡോക്ടർ എന്നുള്ളതാണ്, അതിനോട് എങ്ങനെയാണ് ചേർന്ന് നിൽക്കുന്നത് എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള ഒരു സമൂഹം നിലയ്ക്കാണ് ക്ലാസിക്കൽ പെന്റക്കോസ്റ്റൽ സമൂഹം എന്നിലേക്ക് നമ്മൾ അറിയപ്പെടുന്നത്. പെന്തിക്കോസ്റ്റ് സമൂഹം വളർന്നു വന്ന കാലഘട്ടത്തിൽ തന്നെ വൺനെസ് പെന്തിക്കോസ്റ്റ് മുതൽ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ സഭയുടെ സ്ഥാപനങ്ങളിൽ തന്നെ അതിനോട് ചേർന്ന് പോകാതെ പോയ സമൂഹങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് പെന്റക്കോസ്റ്റൽ മൂവ്മെന്റ്സിന്റെ വേർഡ്സ് എന്ന് വിളിക്കുന്ന, ഓളങ്ങൾ എന്ന് വിളിക്കുന്ന അർത്ഥത്തിൽ വരുന്ന ആ സമയങ്ങൾ വന്നപ്പോൾ നിയോ പെന്റിക്കോസ്റ്റലിസം എന്ന പെന്റിക്കോസ്റ്റൽ മൂവ്മെന്റ് വന്നു. അതിനുശേഷം നമ്മൾ ഇന്ന് വിളിക്കുന്ന കോയിൻഡ് വേർഡായ ന്യൂ ജനറേഷൻ ചർച്ചസ് പോലെയുള്ള മൂവ്മെന്റ് വന്നു. അതിന്റെ ഇടയിൽ പെന്റിക്കോസ്റ്റ് വാക്ക് ഉപയോഗിക്കുന്ന പലവിധമായ ദുരുപദേശ സഭ സംവിധാനം. അതുകൊണ്ടാണ് അതിൽ നിന്ന് വേർതിരിച്ച് കാണുവാൻ വേണ്ടി നമ്മളെ ക്ലാസിക്കൽ പെന്റക്കോസ്റ്റൽ മൂവ്മെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ക്ലാസിക്കൽ പെന്റക്കോസ്റ്റൽ സ്പിരിച്വാലിറ്റി എന്നുള്ളതാണ്. എന്താണ് സ്പിരിച്വാലിറ്റി? ഇന്ത്യയിൽ സാധാരണ ഉപയോഗിക്കുന്ന പദം മലയാളത്തിൽ നമ്മൾ വിവർത്തനം ചെയ്യുമ്പോൾ ആധ്യാത്മികത എന്നുള്ള പദമാണ്. എന്നാൽ വാക്കുകളിൽ കൂടുതൽ ഉപയോഗിക്കുന്ന പദം ആത്മീയത എന്നുള്ള പദമാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവൻ ആത്മീയനാണ്, ആത്മ മനസ്സുള്ളവനാണ്, ആത്മീയനാണെന്ന് ചിന്തിക്കുമ്പോൾ അവനെ ദൈവവുമായി കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവന്റെ സൃഷ്ടിതാവുമായി കണക്ട് ചെയ്യുന്ന സംവിധാനം, അതിന്റെ രീതിയാണ് ആത്മീയ എന്ന ലളിതമായ വാക്കുകൾ നമുക്ക് ഉപയോഗിക്കുന്നത്. അതിന്റെ ഡെഫിനിഷനിലേക്ക് നമ്മൾ പിന്നീട് മുന്നോട്ട് പോകും.
ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് നൽകിയ ആ ഗൈഡ് ലൈനോട് ചേർന്നാണ് ഞാൻ പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് എപ്പോഴും മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു പ്രാധാന്യമുള്ളതായ ഒരു കാര്യം, വ്യക്തിപരമായി സുവിശേഷ സംബന്ധമായി നിൽക്കുന്ന ഒരു മൂവ്മെന്റ് ആയി പെന്തക്കോസ്ത് സമൂഹത്തെ മനസ്സിലാക്കുന്നവരുണ്ട്. ആത്മാവിന്റെ പ്രവർത്തനങ്ങളെ ചേർന്ന് പോകുന്ന ഒരു മൂവ്മെന്റ് ആയിട്ട് മനസ്സിലാക്കുന്നവരുണ്ട്. ഞാനൊന്ന് സ്ക്രീൻഷോട്ട് ഒന്ന് എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഒരു നിമിഷം. വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ അതിനെ മനസ്സിലാക്കുന്ന പല പ്രിയമുള്ളവരുണ്ട്. എന്നാൽ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ ആത്മീയത എന്നുള്ളത് ദൈവം നമുക്ക് നൽകി തന്ന ഏറ്റവും ശ്രേഷ്ഠമായ ദൈവദാനമായി മനസ്സിലാക്കി ആ ബന്ധത്തെ എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് എന്നാണ് ഈ ചിന്തകളിൽ, ഈ ലഘുവായ ചിന്തകളിലൂടെ നമ്മൾ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് അതിനുവേണ്ടിയുള്ളതായ ചിന്തകളായതുകൊണ്ട് എനിക്ക് നൽകിയ ആ ഒരു ഡെഫിനിഷൻ എങ്ങനെ ആദ്യം നമുക്ക് ഒരു സമൂഹത്തെ മനസ്സിലാക്കുവാൻ കഴിയും, അതിനുശേഷം ആ സമൂഹത്തിൽ എങ്ങനെയാണ് ദൈവപ്രവർത്തനങ്ങൾ ദൈവം നൽകുന്നത് എന്നുള്ളതിനെ മനസ്സിലാക്കിക്കൊണ്ടാണ്. അപ്പൊ അതിലേക്ക് ഞാൻ ഈ ചിന്തകൾ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ്. സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? കാണാം സാറേ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ ഒന്നാമത് ചിന്തിക്കുന്നത് സമൂഹം എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പം സമൂഹത്തെ നമുക്ക് പല രീതിയിൽ സോഷ്യോളജിക്കൽ സ്റ്റഡീസിലും പല രീതിയിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്തുകൊണ്ട് നമ്മൾ സമൂഹത്തെ പഠിച്ചുകൊണ്ട് ഈ ചിന്ത ആരംഭിക്കുന്നു? നമ്മുടെ സമൂഹം എന്ന നിലയ്ക്ക് പെന്തക്കോസ്ത് സമൂഹത്തിൽ ഒരു ഓർത്തഡോക്സ് സമൂഹമായി, ഒരു റൈറ്റ് വിങ് സമൂഹമായി, ഒരു കൺസർവേറ്റീവ് സമൂഹമായി, പാരമ്പര്യ സമൂഹമായി നമ്മൾ അറിയപ്പെടുമ്പോൾ ഇന്ന് വന്ന കാലഘട്ടങ്ങളുടെ പരിവർത്തനങ്ങളിലൂടെ, ചരിത്രത്തിന്റെ ഗതിവിധിയിലൂടെ വന്ന ഈ സമൂഹത്തെ നമ്മൾ പോസ്റ്റ് മോഡേൺ സൊസൈറ്റിയുടെ കൂടെ നിൽക്കുമ്പോൾ കാലം വിട്ട് നമുക്ക് പുറകോട്ട് കടക്കാൻ കഴിയത്തില്ല. നമുക്ക് ലോകത്ത് നിന്ന് ഓടി വിളിക്കുവാൻ കഴിയത്തില്ല. ഈ സമൂഹത്തിൽ നിന്ന് പണ്ട് സന്യാസിമാർ ചെയ്തതുപോലെ മരുഭൂമിയിലേക്ക് പോയി പീഠങ്ങൾ ഉണ്ടാക്കിയോ പില്ലറുകൾ കടന്നോ താമസിക്കാൻ നമുക്ക് കഴിയത്തില്ല. നമ്മളെ ഈ സമൂഹത്തിന്റെ ഉപ്പും വെളിച്ചവുമായി നമ്മുടെ നാഥനാക്കി വെച്ചിരിക്കുമ്പോൾ അത് എങ്ങനെയാണ് ജീവൻ കഴിയുന്നത്? നമ്മൾ സമൂഹത്തെ പരിശോധിക്കുമ്പോൾ ഒരാൾ സാമ്പത്തികമായ രീതിയിലാണ് നോക്കുന്നതെങ്കിൽ, എക്കണോമിക്കൽ പെർസ്പെക്റ്റീവിലാണ് നോക്കുന്നതെങ്കിൽ, ഉപജീവനത്തിലാണെന്ന് നോക്കുന്നതെങ്കിൽ, പഴയ കാലഘട്ടത്തിലെ സമൂഹങ്ങളെ മുതൽ വേട്ടയാടുന്നവർ, ഹണ്ടേഴ്സ്, ഷെപ്പേഴ്സ്, അഗ്രികൾച്ചർ സൊസൈറ്റി എന്ന് നമ്മൾ വിളിക്കുന്ന കൃഷിക്കാർ, അതിനുശേഷം ഇന്നത്തെ കാലഘട്ടത്തിൽ വന്ന നമ്മൾ ചിന്തിക്കുന്ന മോഡേൺ സമൂഹം, ആധുനിക സമൂഹത്തിന്റെ ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണം, ഇതിനുശേഷമുള്ള എല്ലാ സമൂഹങ്ങളും നമ്മൾ ഉൾപ്പെടെയുള്ള ഈ പോസ്റ്റ് മോഡേൺ സൊസൈറ്റി ഉൾപ്പെടെ എല്ലാ സമൂഹങ്ങളെയും വ്യവസായിക അനന്തര സമൂഹങ്ങൾ എന്നാണ് വിളിക്കുന്നത്. പോസ്റ്റ് ഇൻഡസ്ട്രിയലൈസ്ഡ് വേൾഡ് സൊസൈറ്റി. നമ്മൾ എല്ലാവരും ആ സമൂഹത്തിന്റെ ഭാഗമായിട്ടാണ് ജീവിക്കുന്നത്. നമ്മുടെ തലമുറകൾ ആദ്യം ഒന്ന് നോക്കിയാൽ മതി, വേഗം അത് മനസ്സിലാകും. വേട്ടയാടുന്നവർ, അവർക്ക് ആയുധങ്ങളില്ലായിരുന്നു. പർവ്വതങ്ങളിൽ നിന്നോ മലകളിൽ നിന്നോ പൊട്ടി വീണ കല്ലുകൾ, അതിന്റെ മൂർച്ചയുള്ള വശങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മൃഗങ്ങളെ കൊന്നുകൊണ്ട് അതിനെ ഭക്ഷണമാക്കിക്കൊണ്ടാണ് അവർ ആരംഭിച്ചത്. ഇടയന്മാർ എന്ന് പറയുമ്പോൾ പ്രാധാന്യമുണ്ട്. സെറ്റിൽഡ് കമ്മ്യൂണിറ്റി, അവർ കാടുകൾ ഉണ്ടായിരുന്നത് കൊണ്ട്, മൃഗങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് അതിനെ പോറ്റി വളർത്തേണ്ടതിന് വേണ്ടി സ്ഥലങ്ങൾ, പാസ്റ്റർ ലാൻഡുകളിൽ അവർക്ക്, മൃഗങ്ങൾക്ക്, പ്രാണികൾക്ക് അവർക്ക് തന്നെ ജീവിക്കാൻ വസ്തുവകകൾ ലഭ്യമാകുന്ന ഇടങ്ങളിൽ അവർ താമസിച്ചു തുടങ്ങി. സെറ്റിൽഡ് കമ്മ്യൂണിറ്റിയിലേക്ക് വേണ്ടിയുള്ള ഉറപ്പിക്കപ്പെട്ട സമൂഹങ്ങളിലേക്കുള്ള തുടക്കങ്ങൾ അവിടെ ആരംഭിച്ചു. കൃഷിക്കാരായപ്പോഴത്തേന് സീസണൽ, ഓരോ സീസണൽ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടതായിട്ട് വന്നു. അതിനനുസരിച്ച് അവരുടെ ചുറ്റിലും ഭവനങ്ങളെയും ആവാസ വ്യവസ്ഥകളെയും പണിതെടുക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞു. അവരിൽ നിന്ന് കുഞ്ഞു വ്യവസായങ്ങളും സമൂഹങ്ങളും, ആർട്ടിസാൻസ്, ആർട്ടിക്രാഫ്റ്റ്സ് ഒക്കെ വന്നു. ശേഷം പിന്നീട് നമ്മൾ അറിയുന്നത് പോലെ 17-18 നൂറ്റാണ്ടുകൾക്ക് ശേഷം വരുന്ന വ്യവസായവൽക്കരണമാണ്. വ്യവസായവൽക്കരണമാണ് മനുഷ്യന്റെ യാത്രയ്ക്ക് ഗതിവേഗം നൽകിയത്. അതിനുശേഷം ഇൻഡസ്ട്രിയോടുകൂടി ടെക്നോളജി കൂടി ചേർത്തുകൊണ്ട് വ്യവസായികാന്തര സമൂഹം വളരെ വേഗത്തിലേക്ക് മനുഷ്യന്റെ ജീവിതത്തെ മാറ്റുവാനായിട്ട് ഇടയായിരുന്നു. നമ്മൾ ഒരു സോഷ്യൽ വ്യൂവിൽ നിന്ന്, ഫാമിലിയൽ വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് മനുഷ്യൻ മാറിയെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിലൂടെ മനുഷ്യൻ സമൂഹങ്ങളിൽ ബാൻഡ്സ് ഓഫ് പീപ്പിൾ, നമ്മൾ ആദ്യത്തെ ആൾക്കാരെയൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ ബാൻഡായിട്ടാണ് വിളിച്ചത്. ഒരുമിച്ച് കൂടി നടന്ന ഒരു സമൂഹമായിട്ട് നടന്നു. നമ്മൾ കൗബോയ്സിനെ വിളിക്കുന്നു. വാക്കുകളൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാനാണെങ്കിൽ ബാൻഡുകളുടെ ഇടയിൽ കൗബോയ്സ് ഉണ്ടായിരുന്നു. പിന്നീട് അവർ ഗോത്രങ്ങളും ക്ലാൻസുമായിട്ട് മാറി. അതിനുശേഷം അവർക്ക് ഹെഡ്സ് ഉണ്ടായി. അതിൽ നിന്ന് ലാൻഡ് ലോഡ് സിസ്റ്റം ഉണ്ടായി, സെമിനാരി സംവിധാനം ഉണ്ടായി. അതിൽ നിന്ന് അവർ ഒരുമിച്ച് കൂടി ഒരേപോലെ ഉള്ളവരും അവരുടെ കൂടെ നിൽക്കുന്നവരും ചേർന്ന് പ്രൊവിഷണൽ സ്റ്റേറ്റുകൾ, സംസ്ഥാനങ്ങൾ ഉണ്ടായി. ആ പ്രൊവിഷണൽ സ്റ്റേറ്റുകളിൽ നിന്ന് മനുഷ്യൻ നാഷണൽ സ്റ്റേറ്റുകളായി.
ഇന്ത്യ പലവിധമായ സ്റ്റേറ്റുകൾ കൂടിച്ചേർന്ന് ഇന്ത്യ യൂണിയൻ ആയി തീർന്നതുപോലെ പലവിധമായ സ്റ്റേറ്റുകൾ ഒരുമിച്ച് വന്ന് സംസ്ഥാനങ്ങൾ രാജ്യങ്ങളായി തീർന്ന അവസ്ഥയിലേക്ക് മാറി. അതിൽ നമ്മളിപ്പോൾ നോക്കുന്നത് ഒരു പാരമ്പര്യ സമൂഹം എന്തായിരുന്നു എന്നുള്ളതാണ്. ട്രഡീഷണൽ സൊസൈറ്റിയെ മനസ്സിലാക്കുന്നത് നമ്മുടെ ഉദാത്തമായ വാല്യൂ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ മനസ്സിലാക്കുവാനും, നമുക്ക് ഒരിക്കലും പാരമ്പര്യ സമൂഹമായി ഏറ്റവും പഴയ സമൂഹമായി മാത്രം നിൽക്കുവാൻ കഴിയത്തില്ല. ഇതിനെ മനസ്സിലാക്കുന്നത് സ്ഥിരമായ പല മൂല്യ സംവിധാനങ്ങളും നമുക്ക് എന്തുകൊണ്ട് പ്രാധാന്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കുവാൻ സഹായകരമാണ്. ഒരു ട്രഡീഷണൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും അഭേദ്യമായ പരസ്പരമായ ബന്ധമുള്ള ആ സമൂഹം തന്നെ പ്രായത്തെയും അവർക്കുള്ള ലിംഗവ്യത്യാസങ്ങളെയും അവരുടെ പാരമ്പര്യത്തെയും കൃത്യമായി വിചാരണ ചെയ്ത് കൊടുക്കുന്ന, ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്ന, നിർവചിച്ചു കൊടുക്കുന്ന ഒരു സമൂഹത്തെയാണ് ഒരു ട്രഡീഷണൽ കമ്മ്യൂണിറ്റി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ട്രഡീഷണൽ കമ്മ്യൂണിറ്റിയിൽ മുതിർന്നവർ, ഇളയവർ, മൂപ്പന്മാർ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ കൃത്യമായി വെച്ചിട്ടുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ പോലും അത് അവരുടെ പാരമ്പര്യത്തിലൂടെ, ആചാര രീതികളിലൂടെ, അവരുടെ മതപരമായ ഇടപെടലുകളിലൂടെ, സംസ്കാരത്തിന് സമ്പന്നമായ എക്സ്ചേഞ്ചുകളിലൂടെ എല്ലാം ഒരാൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുമെന്നുള്ളതാണ് ട്രഡീഷണൽ സൊസൈറ്റി. ഞാൻ ട്രഡീഷണൽ സൊസൈറ്റിയെ മനസ്സിലാക്കുവാൻ വേണ്ടി ഒരു 7 ഐഡന്റിഫിക്കേഷൻസ് ഇട്ടുണ്ട്. എല്ലാം ഒന്നും നമ്മുടെ സമയപരിധി ഞാൻ പറഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒരു ട്രഡീഷണൽ സൊസൈറ്റി വളരെ ഡീപ്ലി ആയിട്ട് അതിന്റെ കസ്റ്റംസ്, അത് പാരമ്പര്യമായി അനുവർത്തിച്ചു വരുന്ന കാര്യങ്ങൾ, അതിന്റെ വിശ്വാസം, അത് പാരമ്പര്യമായി ചെയ്തു വരുന്ന കാര്യങ്ങളിൽ വളരെയധികം അധിഷ്ഠിതമാണ്. നമ്മളൊരു പെന്തക്കോസ്ത് സമൂഹം എന്ന നിലയ്ക്ക് നമുക്കറിയാം, നമ്മുടെ ഇടയിൽ നമുക്ക് അതിന് പങ്കുകളുണ്ടാകും. ഒരാള് മുണ്ടെടുക്കുന്നയാളാണെങ്കിൽ, അല്ലെങ്കിൽ അയാൾ പാൻറ് ഇട്ട സമയത്ത്, വിദേശത്ത് പോയി വന്ന സമയത്തൊക്കെ പെന്തക്കോസ്ത് സമൂഹം അക്സെപ്റ്റ് ചെയ്യാൻ നമ്മളെടുത്ത സമയങ്ങളുണ്ടായിരുന്നു. ഈ സമൂഹം ഒരു പാരമ്പര്യ അങ്ങനെയാണ്. നമ്മള് തമ്പേറിൽ നിന്ന് ഇൻസ്ട്രുമെന്റുകളിലേക്ക് മാറുവാൻ നമ്മൾ എടുത്തതായ ഒരു സമയം, അതിനുണ്ടായ ചില മാനസികമായ ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ പാരമ്പര്യ സമൂഹത്തിൽ നിന്ന് മറ്റൊരു സമൂഹത്തിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്നതാണ്. എഴുതി വെച്ചിട്ടില്ലാത്ത പല പാരമ്പര്യങ്ങളെയും പല ശീലങ്ങളെയും വിട്ടുപിരിയുവാൻ വളരെ വിമുക്തതയുള്ള ഒരു സമൂഹമായിട്ടാണ് പാരമ്പര്യ സമൂഹത്തെ മനസ്സിലാക്കുന്നത്. പാരമ്പര്യ സമൂഹത്തിന് സ്ട്രോങ് സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഉണ്ട്, അതിനോട് വലിയ വിധേയത്വമുണ്ട്, വലിയ ബിലോങ്ങിങ് ഉണ്ട്, എന്റെ സമൂഹം എന്നുള്ള വലിയ തിരിച്ചറിവുണ്ട്. നമ്മൾ ഇന്ന് നേരിടുന്ന വലിയ വെല്ലുവിളികളൊന്ന് നമ്മുടെ അടുത്ത തലമുറ എന്റെ സമൂഹം, എന്റെ സഭ, എന്റെ വിശ്വാസം എന്നതിനോട് പറ്റി നിൽക്കുന്നതിൽ വിട്ടുമാറും. യഹൂദ സമൂഹത്തിന് അത് എന്റെ ജനം, എന്റെ സമൂഹം എന്നുള്ള ചിന്ത വളരെ ശ്രേഷ്ഠമായ അവരുടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പാരമ്പര്യ സമൂഹം എന്ന നിലയ്ക്ക് അവരവരുടെ പാരമ്പര്യങ്ങളെ ചെയ്യും. അതോടൊപ്പം സബ്സിസ്റ്റൻസ് ബേസ്ഡ് എക്കോണമിയാണ്. അവര് അഗ്രികൾച്ചർ, ഫിഷിംഗ്, ഹണ്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയാണ് പോകുന്നത്. അവരുടെ മതപരമായ വിശ്വാസങ്ങളിൽ നമ്മൾ ഇന്നത്തെ ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റ് സമൂഹങ്ങളൊക്കെ ട്രഡീഷണൽ സൊസൈറ്റിയുടെ ഒരു 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 അല്പ അനുഭവങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നു. അനിമിസം, ആത്മാക്കളോട് പ്രാർത്ഥിക്കുകയും അവരുടെ സുപ്രീം ഫാദേഴ്സിന് വേണ്ടിയുള്ള വിശ്വാസവും ഒക്കെ അതിന്റെ ഭാഗമാണ്. അതിൽ നിന്നാണ് പ്രൈമറി റിലീജിയൻസ് രൂപപ്പെട്ടു വന്നത്. ഇപ്പോഴുള്ള ഓർഗനൈസ്ഡ് റിലീജിയൻസ് അതിൽ നിന്ന് വളർന്നു വന്നെന്ന് വിശ്വസിക്കുന്നവർ ആർഗ്യൂ ചെയ്യുന്നവരുമുണ്ട്. അതുകൊണ്ടാണ് ഒരു മതം എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ കൊച്ചു കൊച്ചു അപകടങ്ങൾ കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് ഒരു മോഡേൺ സൊസൈറ്റിയെ നോക്കുമ്പോൾ, നമ്മൾ പാരമ്പര്യ സമൂഹത്തെ നോക്കി ഒരു മോഡേൺ സൊസൈറ്റിയെ നോക്കും. ഞാൻ വ്യക്തിപരമായിട്ട് പറയുമ്പോൾ ഒരു ചരിത്രത്തിന്റെ വായനകൾ നമ്മൾ ഓർത്തിരിക്കണം. യേശുക്രിസ്തുവിന് ശേഷമുള്ള സമൂഹത്തെ കൂടെ ഞാൻ പെട്ടെന്ന് കൊണ്ടുവരികയാണ്. യേശു കർത്താവ് വന്നു, അതിനുശേഷം സഭാപിതാക്കന്മാർ വന്നു. നമ്മൾ ആ സമയത്തെ അപ്പോസ്തോലിക് പീരീഡ് എന്ന് വിളിക്കുന്നു. അതിനുശേഷം നമുക്ക് അപ്പോസ്തലന്മാർക്ക് ശേഷം വന്ന സഭാപിതാക്കന്മാരുണ്ട്. അവരെ നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ അപ്പോളജിസ്റ്റ് ആയിട്ട്, പോളമിക്സ് ആയിട്ട്, പോസ്റ്റ് നൈസീൻ ആയിട്ട്, പ്രീ നൈസീൻ ആയിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയായിത്തീരും. ആ കാലഘട്ടങ്ങൾക്ക് ശേഷം സഭ അല്പം വളർന്ന കാലഘട്ടം, കോൺസ്റ്റന്റിന്റെ കാലഘട്ടം, പിന്നീട് സഭ കടന്നുപോയ ഇരുണ്ട കാലഘട്ടം, ഡാർക്ക് ഏജസ്, മിഡീവിയൽ പീരീഡുകൾ വരുന്നു. മിഡീവിയൽ പീരീഡുകൾക്ക് ശേഷം നമ്മൾ ചിന്തിക്കുമ്പോൾ റിഫോർമേഷൻ, നവീകരണ കാലഘട്ടം വരുന്നു. കാതലിക് ചിന്തയിൽ അത് കൗണ്ടർ റിഫോർമേഷൻ ആണ്. നവീകരണ കാലഘട്ടം വരുന്നു. അതിനുശേഷം റിനൈസൻസിന്റെ കാലഘട്ടം, നവോത്ഥാന കാലഘട്ടങ്ങളെ ചേർന്ന് നവീകരണവും നവോത്ഥാനവും ചേർന്ന് നമുക്ക് എടുക്കുവാൻ കഴിയും. അതിനുശേഷം എൻലൈറ്റൻമെന്റ് എന്നുള്ളൊരു കാലഘട്ടം, മനുഷ്യൻ ഭാഷാപരമായിട്ട്, വ്യാകരണപരമായിട്ട് പുസ്തകങ്ങളെ പ്രിന്റ് ചെയ്യുന്നതില്, യാത്ര ചെയ്യുന്നതില്, പുതിയ രാജ്യങ്ങളെ കണ്ടുപിടിക്കുന്നതില്, സംസ്കാരങ്ങളിൽ ഒളിഞ്ഞിരുന്ന പലതിനെയും കണ്ടെത്തുന്നതില് ഹ്യൂമനിസം എന്ന് വിളിച്ച, മാനവികത എന്ന് വിളിക്കുന്ന മനുഷ്യനെ വളരെ സ്വാധീനിച്ച തത്വശാസ്ത്ര ചിന്ത രൂപപ്പെട്ടു വന്ന സമയം ഉൾപ്പെടെ ഇറാസ്മസ് മുതൽ പ്രധാനപ്പെട്ട ഡെക്കാർട്ടസ് മുതൽ പ്രധാനപ്പെട്ട അത്യുതന്മാർ വന്ന കാലഘട്ടം വരെ. അപ്പൊ ആ ഹ്യൂമനിസം വന്ന കാലഘട്ടത്തിൽ മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങി മതം ഒരു എസെൻഷ്യൽ ഫാക്ടറാണ്. അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ കാലത്ത് ഒരു ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന സംസ്കാരത്തെ ക്രിസ്തീയ സംസ്കാരം
വളരെ ശക്തമായി സ്വാധീനിക്കുകയും മനുഷ്യന്റെ എല്ലാ തീരുമാനങ്ങളിലും ജീവിതത്തിന്റെ എല്ലാ വിനിമയങ്ങളിലും സഭയും പുരോഹിതനും വളരെ വലിയ പങ്ക് വഹിക്കുകയും സഭയെയും പുരോഹിതനെയും അല്പം ഭയാശങ്കകളോട് കണ്ടുകൊണ്ട് സാധാരണ മനുഷ്യൻ ജീവിച്ചു. വലിയ അധികാരം സഭയ്ക്ക് അന്ന് സഭയെ നയിച്ചവർക്കുണ്ടായിരുന്നു. പ്രിയ ജോസഫ് പാസ്റ്റർ പറഞ്ഞതുപോലെ അതിനുണ്ടായ പുഴുക്കുത്തുകൾ, അതിനുണ്ടായ വീഴ്ചകൾ സഭയിൽ നിന്നും ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്നും വലിയ സമൂഹങ്ങൾ അകന്നു പോകുന്നതിന് കാരണമായി എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അകന്നു പോകുന്നതിന് കാരണം അതിന് കൂടെ വലിയ ഭവിഷ്യത്തുകൾ അതിനുണ്ടായി. റഷ്യ പോലത്തെ വലിയ രാജ്യത്ത് ഇന്ന് ഒരു മോഡേൺ സൊസൈറ്റി രൂപപ്പെട്ടു വരുമ്പോൾ അന്നത്തെ മതപുരോഹിത വൃത്തത്തിനും അന്നത്തെ ക്രിസ്തീയ സമുദായത്തിനും സമൂഹത്തിനും അവിടെ ഉണ്ടായിരുന്നതായ കഷ്ടപ്പെടുന്ന ജനങ്ങളുടെ കൂടെ, പീഡിത സമൂഹത്തിന്റെ കൂടെ നിൽക്കുവാൻ കഴിയത്തില്ല എന്ന് തോന്നിയപ്പോൾ കാറൽ മാർക്സിലൂടെ, എംഗൽസിലൂടെ ഉളവായി വന്ന കമ്മ്യൂണിസം എന്ന് പറഞ്ഞ പൊതുചിന്ത മനുഷ്യന്റെ ഒട്ടോണമിയെയും സ്റ്റേറ്റിന്റെ പവറിനെയും അധികാരം നൽകുന്ന സ്റ്റേറ്റിനെയും പുതിയ വിവക്ഷ നൽകിയതുകൊണ്ട് ഇന്നും ലോകത്തിലെ ഏറ്റവും അധികം പോപ്പുലേഷനുള്ള ജനസംഖ്യയുള്ള രാജ്യങ്ങളിലൊന്നായ ചൈനയെയും നമ്മുടെ ഏറ്റവും ഞെരുക്കമാണ് നമ്മൾ പറഞ്ഞ നോർത്ത് കൊറിയ പോലത്തെ രാജ്യങ്ങളെയും ലോകത്തിലെ ഏറ്റവും മനോഹരം നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ സ്വന്തം നാടായ കേരളത്തെയും ഭരിക്കുന്ന ഒരു സംവിധാനമായി, ഒരു ഭരണ സംവിധാനമായി, ഒരു തത്വചിന്തയായിട്ട് കമ്മ്യൂണിസം അവശേഷിച്ചത് വളർന്നപ്പോൾ അതിൽ സഭയ്ക്കുണ്ടായ പരാജയം വളരെ പ്രാധാന്യമുള്ളതാണ്. ഇപ്പോൾ മനസ്സിലാക്കാൻ ചിന്തിച്ചു, മോഡേൺ സൊസൈറ്റി രൂപപ്പെട്ട് വരികയാണ്. പാരമ്പര്യ വഴികൾ വിട്ടു ഒരു മനുഷ്യൻ ഒരു ദിവസം കൊണ്ട് ഒരു 10 പേരോ 20 പേരോ ഒരു മെഷീനെ ചലിപ്പിച്ച് ചെയ്തുകൊണ്ടിരുന്ന കാര്യം ആവി മെഷീൻ മനുഷ്യൻ കണ്ടുപിടിച്ചു, കൽക്കരി മെഷീൻ കണ്ടുപിടിച്ചു. അതിലൂടെ വന്ന പുരോഗതിയിലൂടെ വളരെ വേഗം കാര്യങ്ങൾ സാധ്യമാകുന്ന ഒരു മനുഷ്യനെ അവർ കണ്ടു. വായനയിലൂടെ അവർ പുതിയ പുതിയ സ്ഥലങ്ങളെ കണ്ടെത്തി, യാത്ര കണ്ടെത്തി. അപ്പോൾ അവർക്ക് തോന്നി മുകളിൽ ചിന്തിക്കുന്ന അദൃശ്യമായ ഒരു ശക്തിയെ മനുഷ്യന് ആവശ്യമാണ്. അതാണ് മനുഷ്യൻ തനിക്ക് തന്നെ മതിയാകുമെന്ന് ചിന്തിക്കുന്ന ഹ്യൂമൻ ഒട്ടോണമി എന്നും ഡിഫൈൻ ചെയ്ത ചിന്തയിലേക്ക് ആധുനിക മനുഷ്യൻ കടന്നു വന്നു. സമയത്ത് നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് നമ്മൾ ട്രങ്ക് വാർ മിഷനെ പറ്റി, മധുര മിഷനെ പറ്റിയൊക്കെ പറയുന്ന വലിയ കോൺട്രിബ്യൂഷൻ നൽകിയ നമ്മൾ മാർട്ടിൻ ലൂതറിനെ ഓർക്കുന്ന വളരെ പ്രശസ്തമായ രാജ്യമാണ് ജർമ്മനി. ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ സെക്കുലറൈസേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി എന്ന് വിളിക്കുന്ന മതത്തെ വിദ്യാഭ്യാസത്തിന്റെ പുറത്തു നിർത്തുന്ന, സഭയെ, വിശ്വാസ സംഹിതകളെ വിശ്വാസത്തെ പുറത്തു നിർത്തുന്ന തീരുമാനങ്ങളിലേക്ക് അവർ കടന്നു. അതിനുശേഷം നമ്മൾ ചിന്തിക്കുമ്പോൾ ലോകത്തെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട തത്വചിന്തകന്മാർ എല്ലാം ആ സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ്. നമ്മൾ ഹേഗൽസിനെ ചിന്തിക്കുമ്പോൾ, ഡെക്കാർട്ടസിനെ ചിന്തിക്കുമ്പോൾ, അതിനുശേഷം ജോൺ ലോക്ക് വന്നപ്പോൾ അങ്ങനെയുള്ള വിശ്വസ്തരായ തത്വചിന്തകരെ മുഴുവൻ സ്വാധീനിക്കുന്ന ചിന്തകൾ രൂപപ്പെട്ടു വന്നു. അങ്ങനെ സെക്കുലറൈസേഷൻ ഓഫ് യൂണിവേഴ്സിറ്റീസ്, മതമില്ലാത്ത, മതചിന്തകളില്ലാത്ത ഒരു പഠിപ്പിക്കലുകൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ വളർന്നു വന്നപ്പോൾ അവ വളരെ മനുഷ്യരെ സ്വാധീനിക്കുകയും അമേരിക്ക പോലത്തെ ഒരു രാജ്യം, ഇന്ന് ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള രാജ്യം, എന്തുകൊണ്ട് അമേരിക്കയിൽ ഒരു പുരുഷനും സ്ത്രീയും നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് വിവാഹമോചനത്തിലേക്ക് പോയി? എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പേ സെയിം സെക്സ് മാരേജിനെ അവർ അക്സെപ്റ്റ് ചെയ്തു? എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ മുമ്പായിട്ട് ക്യൂർ സിസ്റ്റത്തിനെ അമേരിക്ക പോലത്തെ ഒരു രാജ്യം അംഗീകരിക്കുന്നു? എല്ലാവരെയും അനുകൂലിക്കുകയും അതോടൊപ്പം തന്നെ മതരഹിതമായ സമൂഹത്തിന് വേണ്ടി ആ രാജ്യം വളരെ പുഷ് ചെയ്യുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ഒരു വൺ വേൾഡിന് വേണ്ടി പുഷ് ചെയ്യുന്നു. കാരണം ജെഫേഴ്സണും ഒക്കെ അമേരിക്ക അടിസ്ഥാനമിട്ടപ്പോൾ തന്നെ ഇൻഡിവിജ്വൽ ലിബർട്ടി എന്നുള്ള ചിന്ത, വ്യക്തിപരമായ സ്വാതന്ത്ര്യം, അതിനെ ഹനിക്കുന്ന ഒന്നിലേക്കും കടക്കാത്ത ഒരു സമൂഹം, അതിനെയാണ് പുരോഗമനപരമായ സമൂഹം എന്ന് വിളിക്കുന്നത്. കമ്മ്യൂണിസത്തിനും അതിന് വലിയ സ്വാധീനമുണ്ട്. നമ്മൾ ഇന്ന് മനുഷ്യനെ ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് ക്രിസ്തുവിൽ സ്വതന്ത്രരാക്കും എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഉപരിയായിട്ട് ബന്ധനങ്ങളില്ലാത്ത ഏത് തീരുമാനങ്ങളിലും മറ്റുള്ളവരുടെ ഇപ്പങ്ങളില്ലാത്ത പുറത്തുനിന്ന ശക്തികളുടെയോ ദൈവത്തിന്റെയോ അല്ലെങ്കിൽ മതപരമായ ഇടപെടലുകളും സമൂഹത്തിന്റെയോ കുടുംബത്തിന്റെയോ ഇടപെടലില്ലാത്ത മനുഷ്യൻ ഫ്രഞ്ച് വിപ്ലവത്തെ നമുക്ക് മറക്കാൻ കഴിയത്തില്ല. റൂസോ പറഞ്ഞതുപോലെ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ ചെങ്ങനെയുള്ള പലതിനെയും ഒക്കെ ചിന്തിച്ചു കൊണ്ടുവന്ന ഒരു ചിന്തയാണ് മോഡേൺ സൊസൈറ്റി നമുക്ക് നൽകിയത്. പോസ്റ്റ് ഫ്രീഡം ഹ്യൂമനിസവും മൾട്ടി കൾച്ചറലിസവും ഒക്കെ ആ മോഡേൺ സമൂഹം നമുക്ക് നൽകിയ സംഭാവനകളാണ്. വാക്കിലതിനെ അങ്ങനെ പറഞ്ഞു പോകാൻ കഴിയത്തില്ല. കാലഘട്ടത്തിലാണ് പബ്ലിക് ലൈഫും പ്രൈവറ്റ് ലൈഫും ഒക്കെ വളരെ സെപ്പറേറ്റഡ് ആയത്. ഞാൻ പറഞ്ഞതുപോലെ സേക്രഡ് ആൻഡ് സെക്യുലർ, അതിന്റെ വ്യത്യാസങ്ങൾ വന്നത്. അപ്പൊ ആ സമൂഹം, ആധുനിക സമൂഹം എന്ന് പറയുമ്പോൾ അത് അതുവരെ ഉണ്ടായിരുന്നു. നമ്മൾ ആധുനിക സമൂഹത്തെ ഒരു നൂറ്റാണ്ടിലോ 1.5 നൂറ്റാണ്ടിലോ നിർത്തുകയാണെങ്കിൽ അത് വലിയ സ്വാധീന ശക്തിയാണ്, അതിന്റെ ഇമ്പാക്ട് ഭയങ്കരമാണ്. അതുവരെ ഉണ്ടായിരുന്ന സമൂഹത്തെ മുഴുവൻ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെ മനസ്സിലാക്കുവാൻ വേണ്ടി അവർക്ക് ശ്രമിച്ചു. അടുത്ത 3 ഘടകങ്ങളിലൂടെ നമുക്ക്
ആധുനിക ചിന്തയും കൂടെ മനസ്സിലാക്കാൻ കഴിയും. ആധുനിക ചിന്തകൾ വ്യക്തിയുടെ സ്വയം ഭരണത്തിന് വലിയ ഊന്നൽ നൽകുന്നു. മനുഷ്യൻ എപ്പോഴും അവന് വളരെ സ്വാതന്ത്ര്യമുള്ളവരായി മാറണം. പാരമ്പര്യത്തെയും അതോറിറ്റിയെയും രണ്ടിനെയും നിരാകരിക്കുന്നതാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു സമയത്ത് റോമൻ കത്തോലിക്ക സഭ പോപ്പ് ചിന്തിച്ചിരുന്നത് ആത്മീയ അധികാരവും ഭൂമിയിലെ അധികാരവും, സെലസ്റ്റിയൽ അതോറിറ്റി ആൻഡ് ടെമ്പറൽ അതോറിറ്റി, ഈ രണ്ട് അധികാരവുമുള്ള ദൈവത്തിന്റെ ഉടമസ്ഥൻ, ദൈവം നൽകിയ താൽക്കാലിക ഉടമസ്ഥനായിട്ടാണ് ലോകത്തെ ഭരിച്ചതെന്നാണ് അവർ ഉപേക്ഷിച്ചിരുന്നത്. എന്നാൽ ആധുനിക കാലഘട്ടം വന്നപ്പോൾ പറഞ്ഞു ഇതൊന്നും ആവശ്യമില്ല. മനുഷ്യന് വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് അവനെ ഫ്രീഡമാക്കുന്നത്. അതിന്റെ വ്യത്യസ്തമായ തലങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സപ്രഷൻ കിൽസ് ദി എബിലിറ്റി ഓഫ് എ മാൻ എന്ന് ഓർഷോ എന്ന് പറഞ്ഞ ഇന്ത്യൻ തത്വചിന്തകൻ വ്യാഖ്യാനിച്ച് നൽകി. സപ്രസ് ചെയ്യാതെ എല്ലാ വികാരങ്ങളെയും, എല്ലാ ചിന്തകളെയും, ഉദ്ദീപനങ്ങളെയും, തരത്തിലുള്ള യുക്തിധാരണകളെയും ഒരു മനുഷ്യന് സ്വാതന്ത്ര്യത്തോടെ എക്സ്പ്രസ് ചെയ്യുവാൻ കഴിയുമ്പോൾ, അത് നിർഗമമായിട്ട് നൽകുവാൻ കഴിയുമ്പോഴാണ് തനിക്ക് പൂർണ്ണതയിലേക്ക് എത്തുവാൻ കഴിയുന്നോട്ട് പറഞ്ഞു. അങ്ങനെ അന്വേഷിക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പൂനെയിലേക്കും ഇന്ത്യയുടെ ഭാഗങ്ങളിലേക്കും ആൾക്കാർ വന്നു. കാരണം എന്നുള്ളത് ശുദ്ധവും വസ്തുനിഷ്ഠവുമാണ്. റീസൺ ഇല്ലാത്ത ഒരു കാര്യത്തെയും എന്ന് വെസ്റ്റേൺ കൺട്രികളിൽ ഉയർന്നുന്ന വലിയ ചോദ്യമാണ്. അപ്പോൾ മനുഷ്യന്റെ ചിന്തകൾ യുക്തിസഹമായിരിക്കണം. അത് നമുക്ക് നൽകിയ വളരെ ക്രിയാത്മകമായ സംഭാവനകളുണ്ട്. ദൈവശാസ്ത്രത്തെ പുതിയ ഒരു രീതിയിലേക്ക് വ്യാഖ്യാനിക്കുന്നതിൽ പോൾ ടിൽലിങ്ങിനെ പോലെയുള്ളവരെ വളരെ സ്വാധീനിച്ചത് മോഡേണിസത്തിന്റെ യുക്തിക്ക് നൽകിയ വലിയ സംഭാവനയാണ്. നമുക്കതിനെ ഒരിക്കലും ഒരു നിഷേധാത്മകമായി, നെഗറ്റീവായി മാത്രം കാണുവാൻ കഴിയത്തില്ല. ആ മിഡീവിയൽ കാലഘട്ടം മുതൽ മോഡേണിറ്റി വരെയുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ ഇന്ന് ദൈവശാസ്ത്രം ആരംഭിക്കുമ്പോൾ, ദൈവത്തെ പറ്റിയുള്ള ചിന്തകൾ പഠിപ്പിക്കുമ്പോൾ, ദൈവം ഉണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ 5 അടിസ്ഥാനപരമായ തത്വചിന്താ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവം ഉണ്ട് എന്ന് തെളിയിക്കുന്ന തോമസ് എന്ന് വിളിക്കുന്ന തോമസ് അക്വിനാസിന്റെ ദൈവശാസ്ത്ര ചിന്തകളിൽ ദൈവത്തിന്റെ ചിന്തകളെ പറ്റി പറയുമ്പോൾ തിയോളജിക്കലായിട്ട്, ഇൻറ്റോളജിക്കലായിട്ട്, ഹിസ്റ്റോറിക്കലായിട്ട്, മോറലായിട്ട്, നമ്മൾ ചരിത്രപരമായിട്ട് പറഞ്ഞ ദൈവത്തെ തെളിയിക്കുന്ന അടിസ്ഥാനതും ഈ മോഡേൺ ചിന്തകളാണ്. അതിനുശേഷം നമ്മൾ കടന്നു വരുമ്പോഴാണ് ഉത്തരാധുനികത എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ വരുന്നത്. ഇപ്പൊ ഞാൻ മോഡേണിറ്റിയിൽ നിന്ന് പോസ്റ്റ് മോഡേണിറ്റിയിലേക്ക് വരികയാണ്. ഏറ്റവും ബുദ്ധിമുട്ട് വ്യാഖ്യാനിപ്പാനുണ്ട് എന്ന് കരുതുന്നതായ ഒരു ചിന്തയാണ് ഉത്തരാധുനികത ചിന്ത. മനുഷ്യത്വത്തിനും ജ്ഞാനോദയ, എൻലൈറ്റൻമെന്റ് എന്നുള്ളതാണ്. ജ്ഞാനോദയ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എൻലൈറ്റൻമെന്റ് എന്നാണ്. അതിന് രണ്ടിനും എതിരമായ രോഷമെന്നാണ് പ്രശസ്തനായ റൈറ്ററായ റിച്ചാർഡ് ബേൺസ്റ്റൺ അതിനെ വിളിച്ചത്. അതിന് കണ്ടംപററി എന്നത് പര്യായമല്ല, എന്നാൽ അതിന് ചേർന്ന് പോകും ചിലപ്പോഴൊക്കെ. നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് നമ്മുടെ വീടുകളിലെ എല്ലാം വീടുകൾ റൗണ്ട് ഷേപ്പുകൾ മാറി. നമുക്കറിയാം പഗോളകളും എൽ ഷേപ്പുകളും സ്ട്രെയിറ്റ് ലൈൻ ആർക്കിടെക്ചറുമായിട്ട് നമ്മൾ മാറി. അത് തന്നെ പോസ്റ്റ് മോഡേണിറ്റിന് വലിയ സ്വാധീനമാണ്. ബുദ്ധിമുട്ടുകളില്ലാത്ത, ഇത് ക്ലീൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. വരച്ചെടുക്കുമ്പോൾ അതിൻ്റെതായ ഭംഗികളുണ്ട്. ഒരു വീടിന്റെ അകത്ത് തന്നെ നമുക്കറിയാം പഴയ നമ്മുടെ വീടുകളെല്ലാം ഓടിട്ട് ഒരേ ഷേപ്പിലായിരുന്നു. ഇന്ന് നമ്മളൊരു വീട് പണിയുമ്പോൾ ആ വീടിൽ ഒരു നിരപ്പായ പ്രതലം വരുന്നു. അതിൽ നിന്ന് നമ്മൾ വീണ്ടും ഒരു കൂന ഉണ്ടാക്കുന്നു. അതിന് മുകളിൽ വീണ്ടും ഒരു അല്പം കൂടെ ചെരിച്ചു കൊടുത്ത് ഒരു പഗോള പോലെ പണിയുന്നു. അങ്ങനെ ആർക്കിടെക്ചറിൽ സമ്മിശ്രമായ നിർമ്മാണ രീതികൾ ഉപയോഗിക്കുന്ന ആ ഒരു തത്വചിന്ത എല്ലാം കൊണ്ടതിന് പിന്നിൽ പോസ്റ്റ് മോഡേൺ സ്വാധീനമുണ്ട്. പോസ്റ്റ് മോഡേൺസിന്റെ വളരെ പ്രശസ്തനായ റൈറ്ററായ ഒരു റൈറ്റർ ലിയോട്ടാർഡ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെയൊക്കെ വാക്കുകളിലേക്ക് ഞാൻ പോകാറ് സമയപരിമിതിയിൽ അതിന്റെ പ്രത്യേകതകൾ പോകും. എന്തുകൊണ്ടാണ് പോസ്റ്റ് മോഡേണിസം വളരെ ശക്തമായിട്ട് വളർന്നു വന്നത്? ഒന്ന്, വെസ്റ്റിനുണ്ടായ സാമ്പത്തികമായ പരാജയങ്ങൾ, അവർക്ക് തത്വശാസ്ത്രപരമായിട്ടും മതപരമായിട്ടുണ്ടായ ആശയക്കുഴപ്പം, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് പറയുവാൻ വെസ്റ്റ് എടുത്ത സമയം, ഓരോ കാലത്തെ നിയമവിധാക്കളുണ്ടായ പ്രതിസന്ധി, ഭൗതികമായിട്ടുണ്ടായ പ്രതിസന്ധികൾ, പുനർനിർമ്മാണ പ്രക്രിയ. നമ്മള് റീകൺസ്ട്രക്ഷനിസം എന്നും ഡീകൺസ്ട്രക്ഷനിസം എന്നും വിളിക്കും. ഒരു കാര്യത്തെയും നൽകപ്പെട്ട വിവരണങ്ങളെയോ ചരിത്രങ്ങളെയോ കണ്ണും അടച്ച് വിഴുങ്ങേണ്ട ആവശ്യമില്ല. ഏത് കാര്യത്തെയും റീറീഡിങ് ചെയ്യണം, പുനർവായന നടത്തണം എന്നുള്ളത് ഡെറിഡ എന്ന് പറഞ്ഞ തത്വശാസ്ത്രജ്ഞൻ മുതൽ കടന്നു വന്ന ദൈവശാസ്ത്ര തത്വചിന്തകളാണ്. അപ്പൊ ഇന്ന് ഇന്ത്യ പോലൊരു രാജ്യം നമ്മൾ ജീവിക്കുമ്പോൾ എന്റെ ദൈവദാസന്മാരോട് സഹപ്രതിനിധി ഞാൻ പറയാണ്, സബാൾട്ടനീവ് ഹെർമനോട്ടിക്സ് എന്ന് വിളിക്കുന്ന വളരെ പ്രശസ്തമായ ഒരു വ്യാഖ്യാന നിർമ്മിതിയിലൂടെയാണ് ഇന്ത്യ പോകുന്നത്. ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും വലിയ പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിലെല്ലാം ആ മേഖലകളിൽ വലിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇന്ത്യക്കാരും ഏഷ്യക്കാരുമാണ്. ഓരോ സംസ്കാരത്തെയും ജയിച്ചവൻ എഴുതി വെച്ച സംസ്കാരവും ജയിച്ചവൻ എഴുതി വെച്ച ഇതിഹാസവും അവന്റെ വ്യാഖ്യാനങ്ങളുമാണുള്ളത്. തോറ്റവന് വേണ്ടി ആരും ശബ്ദിച്ചിട്ടില്ല. നമ്മൾ നൽകപ്പെട്ട മതപരമായ പാരമ്പര്യങ്ങളെയും മതങ്ങളെയും അതിന് അനുബന്ധമായ സകല സമീക്ഷകളെയും വീണ്ടും വായിച്ച് ഒരു റീകൺസ്ട്രക്ഷനിസ്റ്റ് മോഡൽ,
പുനർനിർമ്മിതിയിലൂടെ അതിനെ കൊണ്ടുവരണമെന്ന നമ്മുടെ രാജ്യത്തിന് ഓൾമോസ്റ്റ് ഒരു പുതിയ ചരിത്ര നിർമ്മിതിയും എന്തുകൊണ്ടാണ് മതപരമായ പുതിയ വാലുകളും സംഭവിക്കുന്നത്? അത് ഇന്നത്തെ കാലഘട്ടത്തിൽ റൈറ്റ് വിങ് ശക്തിപ്പെടുമ്പോൾ അവർക്ക് നൽകുന്ന വലിയ ഊന്നലാണ്. പോസ്റ്റ് മോഡേണിസം മെറ്റാഫിസിക്കലായിട്ടുള്ള എല്ലാ ചിന്തകളെയും നിരാകരിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസത്തെ മനസ്സിലാക്കണം വേറെ പറഞ്ഞു പോകുന്നു. നമ്മുടെ ചിന്തകൾ അടിസ്ഥാനപരമായി ക്രിസ്തുവിന്റെ കന്യകാജന്മം മുതൽ യേശു കർത്താവിന്റെ പുനരുദ്ധാനം വരെ മെറ്റാഫിസിക്കൽ തോട്ട്സ് ആണ്. അപ്പവും ഭൗമമായ ലോകത്തിന് വ്യക്തമാകുന്ന ചിന്തയാണ്. ഇപ്പം ഒരു യഥാർത്ഥമായ പോസ്റ്റ് മോഡേണിസ്റ്റ് തോട്ട് മനുഷ്യന്റെ അങ്ങനെയുള്ള ചിന്തകൾക്കപ്പുറം മനുഷ്യന്റെ റീസൺ മനസ്സിലാക്കി വിവരിച്ച് നൽകുവാൻ കഴിയുന്നതിന് അപ്പുറം. എന്നാൽ ഇന്നത്തെ ലേറ്റർ പോസ്റ്റ് മോഡേൺ ട്രെൻഡ്സ് പല കാര്യങ്ങളും മെറ്റാഫിസിക്കൽ തോട്ട്സിനെ അംഗീകരിക്കുന്നു ഉണ്ടെന്ന് ഞാൻ ചേർന്ന് പറയും. മനുഷ്യന്റെ സ്വയം ഭരണത്തിന് നിരാകരണമാണ്. അതിന് പകരം ഐഡന്റിറ്റികളും സമൂഹങ്ങളും ഒരുമിച്ച് വരുന്ന ചിന്തകളെയാണ് പോസ്റ്റ് മോഡേണിസം. പ്രായോഗിക ധാർമ്മിക പറ്റി ഗുരുതരമായ ആശങ്കകളുണ്ട്. ഞാൻ വേഗം കൊണ്ട് പോസ്റ്റ് മോഡേണിസത്തിന്റെ ഡെഫിനേഷൻസ് അവിടെ കൊണ്ടുവരികയാണ്. നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളിൽ മാത്രം ഞാൻ ഊന്നൽ നൽകാം സമയപരിമിതിയിൽ. പോസ്റ്റ് മോഡേണിസം നമുക്ക് വരുത്തുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നോ അബ്സല്യൂട്ട്, നോ ഫൈനാലിറ്റി. അവസാന വാക്കെന്ന് പറയുന്ന ഇതാണ് അതിന്റെ റൈറ്റ് എന്ന് പറയും. അതിന് പകരമായി അവരുപയോഗിക്കുന്ന പദം ഞാൻ അവിടെ വിട്ടുപോയി. റിലേറ്റീവ് എന്നുള്ള പദമാണ്, ആപേക്ഷികത എന്നുള്ള പദമാണ്. സത്യം, യേശു കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. നമ്മുടെ വിശ്വാസത്തെ പറയുമ്പോൾ അതിനെ എക്സ്ക്ലൂസിവിസം എന്ന് വിളിക്കപ്പെടും. ഒരിക്കൽ മാത്രം, ഒന്നിൽ മാത്രം, നീളമായതൊന്നു മാത്രം എന്ന് പറയുന്ന അവസ്ഥ. പോസ്റ്റ് മോഡേണിസം അതിൽ അല്പം പോലും വിശ്വസിക്കുന്നില്ല. മറ്റു ചിന്തകൾ വിടുകയാണ്. അത് പോസ്റ്റ് മോഡേണിസം നമുക്ക് നൽകുന്ന വലിയ പ്രാധാന്യമുള്ള ഒരു ചിന്തയാണ് മാജിക്കൽ റിയലിസം. നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും തന്നെ ഹാരി പോട്ടർ വായിച്ച്, മാർവൽ മൂവീസ് കണ്ട്, അവഞ്ചേഴ്സ് കണ്ട് ഒരു പ്രത്യേകമായ ലോകത്ത് ജീവിക്കുന്നവരായി മാറുകയാണ്. അങ്ങനെ കാണപ്പെടാത്ത ഒരു കാര്യത്തെ മനുഷ്യന്റെ ബുദ്ധിയിലേക്ക് നൽകുന്നത് പോസിറ്റീവ്സ് ഉണ്ട്. നമുക്ക് സ്വർഗത്തെ പറ്റി പറയുമ്പോൾ, ഒരുപാട് ലോകത്തെ പറ്റി പറയുമ്പോഴൊക്കെ ചില കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയും. എന്നാൽ അധികം സ്വാധീനങ്ങൾ നെഗറ്റീവാണ്. ഇമിറ്റേഷൻ എന്ന് പറയും. കൊച്ചിയിൽ ബിനാലെ ഉണ്ടായിരുന്നു. ഇൻസ്റ്റലേഷൻ എന്ന് വിളിക്കുന്ന പല കാര്യങ്ങളെയും കമ്പികൾ കൊണ്ടും ഗ്ലാസ് കൊണ്ടും ഒക്കെ ഉണ്ടാക്കി രൂപങ്ങൾ ഉണ്ടാക്കി നൽകി ഇങ്ങനെ പേസ്റ്റിംഗ്, കണ്ട കാര്യങ്ങളെ തന്നെ ഇതിനെ ഒരു ആർട്ടാക്കി മാറ്റുന്ന, അതിലൂടെ ആശയവിനിമയം നടത്തുന്ന ഒരു കാര്യമാണ്. ഇതിനെയാണ് ഇമിറ്റേഷൻ, പേസ്റ്റ് എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം റിജക്ഷൻ ഓഫ് മെറ്റാ നറേറ്റീവ്. വേദപുസ്തകം ഒരു മെറ്റാ നറേറ്റീവായിട്ടാണ് സാധാരണ രീതിയിൽ പറയപ്പെടുന്നത്. കാരണം പല സംസ്കാരങ്ങളുടെയും പല ഭാഷകളുടെയും പല വിവരണങ്ങളെയും കൂട്ടിച്ചേർത്തിട്ട് വിശ്വാസത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന ഇൻസ്പിറേഷനിലൂടെ കൂടിച്ചേർത്ത് അതിന്റെ ദൈവിക ഗ്രന്ഥമായിട്ടാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളെല്ലാം തന്നെ ഓർത്തവരെ ഓർക്കാത്ത, കഷ്ടപ്പെട്ടവരെ ഓർക്കാത്ത, പരാജയപ്പെട്ടവരെ തള്ളിക്കളയുന്ന, ചേർത്ത് നിൽക്കേണ്ടവരെയും അകറ്റി നിർത്തുന്നവരായിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. അതുകൊണ്ട് മെറ്റാ നാരേറ്റീവ്സിനെ റിജക്ട് ചെയ്യുന്നവരാണ്. നമുക്കിപ്പോ വലിയ വെല്ലുവിളിയായിട്ട് വരുന്ന ഒരു കാര്യം വേരിയഡ് സെക്സ്വാലിറ്റി ആണ്. നമുക്കറിയാമല്ലോ, നമ്മള് ലെസ്ബിയൻ, ട്രാൻസ്ജെൻഡർ, ഹോമോസെക്ഷൽ, ക്യൂർ, ഇനിയിപ്പം നമ്മൾ റിലേറ്റീവിസം എന്ന് വിളിക്കുന്നതിൽ ഏറ്റവും അടിസ്ഥാനപരമായി കൂടിച്ചേർന്ന് ജീവിച്ചാൽ മാത്രം മതി എന്ന് പറയുന്ന റിലേഷൻഷിപ്പിസം എന്ന് വിളിക്കുന്ന ഹിന്ദ വരെ വന്ന വേരിയഡ് സെക്സ്വാലിറ്റിയെ വളരെ അംഗീകരിക്കുന്ന ഒരു സമൂഹമാണ് പോസ്റ്റ് മോഡേൺ സമൂഹം. അനാർക്കി, അരാജകത്വം പോസ്റ്റ് മോഡേണിസത്തിന്റെ വളരെ പോസിറ്റീവായ ഒരു ചിന്തയായിട്ടാണ് അവർ കാണുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ടീഷർട്ടിലൊക്കെ നോ ഗവൺമെന്റ്, നോ റൂൾസ്, മൈ റൂൾസ് മൈ ലൈഫ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് തന്നെ പോസ്റ്റ് മോഡേണിസം നൽകുന്ന അടിസ്ഥാനപരമായ സംഭാവനകളിൽ ഒന്നാണ്. മനുഷ്യൻ സ്വാതന്ത്ര്യത്തോടെ അങ്ങനെ ജീവിക്കട്ടെ. ഉത്തരാദികൾ നമുക്ക് വരുന്ന വെല്ലുവിളികളുണ്ട്. ഇതിൽ ഞാൻ ഒരു കാര്യം മാത്രം എടുക്കുകയാണ്. സ്ഥാപനങ്ങളുടെ നിരാകരണം എന്നുള്ളതാണ്. റിജക്ഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണലിസം. മാരി എന്ന് പറഞ്ഞൊരു സ്ഥാപനമാണ്, ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അത് ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സംവിധാനമാണ് പോസ്റ്റ് മോഡേണിസം. അതുകൊണ്ടാണ് കോഹാബിച്വൽ ലിവിങ് ടുഗദർ, ഞാൻ അവസാനം പറഞ്ഞ രണ്ടുപേർക്ക് കൂടിച്ചേർന്ന് ജീവിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിസം എന്ന് വിളിക്കുന്നതിലേക്ക് വരെ കുഞ്ഞുങ്ങളും നമ്മുടെ അടുത്ത തലമുറയും എത്തിക്കണം. നമ്മളെ സഭാപരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ അവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. വ്യക്തിഗത അനുഭവത്തിനും ഐഡന്റിറ്റിക്കും വലിയ ഊന്നൽ. സഭ വേദപുസ്തകപരമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത് ഒബ്ജക്റ്റീവായ, വസ്തുനിഷ്ഠാപരമായ, വേദപുസ്തകപരമായ അനുഭവങ്ങൾ എല്ലാ വ്യക്തിപരമായ അനുഭവങ്ങളെയും അതിനെ താഴെ നിർത്തണം. എനിക്ക് തോന്നുന്ന വ്യക്തിപരമായ അനുഭവങ്ങൾ, ദൈവികമായ അനുഭവങ്ങൾ എന്ന് ഞാൻ വിവക്ഷിക്കുന്ന, വ്യാഖ്യാനിക്കുന്ന എല്ലാ അനുഭവങ്ങളും വേദപുസ്തകത്തിന് താഴെ നിൽക്കണം. അതാണ് അതിന്റെ റൂൾ ബുക്ക്, അതാണ് അതിന്റെ ഗൈഡ് ലൈൻ. വ്യക്തിപരമായ അനുഭവങ്ങൾക്ക്, അങ്ങനെയുള്ളതായി വരുന്ന ഐഡന്റിറ്റിക്ക് പോസ്റ്റ് മോഡേണിസം നൽകുന്ന വലിയ ഊന്നലാണ്. ഇന്ന് വലിയ ഫാൻ ഗ്രൂപ്പുകളായി മതത്തിന് വെളിയിൽ നമുക്ക് വ്ളോഗേഴ്സ്, പ്രത്യേകമായ പ്രോഗ്രാമുകൾ ചെയ്യുന്നവര്,
അങ്ങനെയുള്ളവർക്കെല്ലാം ആ ഐഡന്റിറ്റിക്ക് ഭയങ്കര സ്വാധീനമാണ്. അവർ ധരിക്കുന്ന വസ്ത്ര രീതികള്, വേഷഭദ്ര രീതികൾ, ഇതെല്ലാം ആഘോഷിക്കപ്പെടുകയാണ്. വൈവിധ്യത്തിന്റെ ആഘോഷം എന്ന് വിളിക്കും, റെയിൻബോ കൾച്ചർ എന്ന് വിളിക്കുന്ന വ്യത്യസ്തമായ സമൂഹത്തിലേക്ക് അവർ മാറുകയാണ്. എന്റെ സമയം മുന്നോട്ട് പോയതുകൊണ്ട് ഞാൻ ആത്മീയത എന്നതിലേക്ക് വരികയാണ്. സ്പിരിച്വാലിറ്റി എന്നുള്ളത് മനുഷ്യന്റെ ശരീരത്തെയും ആത്മാവിനെയും അവന്റെ വികാരങ്ങളെയും അവൻ സജീവമായിരിക്കുമ്പോഴും സജീവമല്ലാതെ ഇരിക്കുമ്പോഴും അവന്റെ സാമൂഹികപരമായും വ്യക്തിപരമായുമുള്ള എല്ലാ ബന്ധങ്ങളെയും അവനെ സൃഷ്ടിച്ച ദൈവത്തോട് അവനെ ചേർത്ത് നിർത്തുന്ന അനുഭവം, ആ പ്രക്രിയയാണ് ആത്മീയത എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. മുമ്പ് പറഞ്ഞതുപോലെ കേരള ഭാഗത്ത് പറഞ്ഞു ഇന്ത്യയില് ആത്മീയതയുള്ളൂ, മതങ്ങളില്ല എന്ന് പറഞ്ഞു. എന്താണ് ഒരു ജെനുവിൻ ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി? അവിടെയാണ് ഞാൻ ഊന്നൽ നൽകണമെന്ന് അല്പസമയം ആഗ്രഹിക്കുന്നത്. ഒരു ബൈബിൾ ഗ്രൗണ്ടഡ് ആയ, ബിബ്ലിക്കൽ റെവല്യൂഷൻ ഓറിയന്റഡ് ആയിട്ട് അതിൽ ഗ്രൗണ്ടഡ് ആയ ഒരു ക്രിസ്ത്യൻ ലൈഫിന് മാത്രമേ ഒരു ജെനുവിൻ സ്പിരിച്വാലിറ്റിയെ വളർത്തിയെടുക്കുവാൻ കഴിയത്തുള്ളൂ. സത്യവേദ പുസ്തകം ദൈവത്തിന്റെ പുസ്തകമായി ദൈവം ഭക്തിക്കും ജീവനും വേണ്ടിയതൊക്കെയും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നമ്മൾ തിരുവഴുത്ത ദൈവശാസ്ത്രം വന്നപ്പോൾ അടുത്ത വാക്യം അവരോട് ചേർന്ന് പറയുന്നത്, ഭൂമികരണത്തിനും ശാസ്ത്രയ്ക്കും ദൈവത്തിന്റെ നീതിക്കും മനുഷ്യനെ തികഞ്ഞു വരേണ്ടതിന് അവനെ പ്രബുദ്ധനാക്കുക എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കാൻ പറ്റില്ല. പ്രബുദ്ധനാക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. അവരുടെ ചേതനകളെ ദൈവികമായി നിർത്തുന്നത് ദൈവത്തിന്റെ വചനമാണ്. അവനെ പെർഫെക്റ്റ് ആക്കുന്നത്, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക, പെർഫെക്റ്റ് ആക്കുക. ഇതെല്ലാം ചെയ്യും മനുഷ്യന്റെ ഇസങ്ങളുടെ, തത്വചിന്തകളുടെ, സംസ്കാര സ്വപ്നന്മാർക്ക് എല്ലാം ഇതിനെല്ലാം ചെയ്യുവാൻ കഴിയുന്ന പുസ്തകമായി ഒതന്റിക്കായി ക്ലെയിം ചെയ്യുന്ന ഗ്രന്ഥമാണ് സത്യവേദ പുസ്തകം. അത് ദൈവത്താൽ നൽകപ്പെട്ടതാണെന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് പറഞ്ഞു നൽകും. അപ്പൊ ഒരു ജെനുവൻ ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് ബിബ്ലിക്കൽ റെവലേഷൻ ഗ്രൗണ്ടഡ് ഇൻ സ്ക്രിപ്ചർ അതിലായിരിക്കണം. സഭ വ്യക്തി എന്ന നിലയ്ക്ക് ഗ്ലോക്കൽ എന്നുള്ള പദമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഗ്ലോക്കൽ എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ പ്ലസ് ലോക്കൽ എന്നാണ്. സഭയുടെ വീക്ഷണം കാലങ്ങളെ അതിജീവിച്ച് നിൽക്കണമെങ്കിൽ, പോസ്റ്റ് മോഡേൺ തത്വചിന്തകളെ അതിജീവിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ സഭയുടെ വീക്ഷണം പ്രാദേശികവൽക്കരിക്കപ്പെടരുത്. അതേസമയം തന്നെ സഭയുടെ വീക്ഷണം സർവ്വലോകീകരിക്കപ്പെടരുത്. ഇതിനെ രണ്ടിനെയും ബാലൻസ് ചെയ്യുന്ന ഒരു ആത്മീയത അമേരിക്കയിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു, നമ്മൾ അതിനെ എക്സ്പോർട്ട് ചെയ്യുന്നു, കുറെ നാളുകൾ വിജയിക്കുന്ന കാര്യങ്ങൾ നമ്മൾ തള്ളിക്കുന്നു. അങ്ങനെയാണ് സഭയ്ക്കായിട്ട് സർവ്വലൗകികപരമായും അതോടൊപ്പം തന്നെ പ്രാദേശികപരമായും ഒരേപോലെ കാര്യങ്ങളെയും ഉപദേശങ്ങളെയും അതിന്റെ പ്രവർത്തനങ്ങളെയും മനസ്സിലാക്കുവാനുള്ള കാഴ്ചപ്പാടുണ്ടെങ്കിൽ അതിന് ജയിക്കും. അത് ഉപയോഗിക്കുന്ന പദമാണ് ഇന്നത്തെ വേർഡാണ് ലോക്കൽ എന്നുള്ള പദം. വിശദമായിരിക്കണം. എപ്പോഴും ദൗത്യത്തിൽ നിന്ന് പിൻവാങ്ങാതെ നിൽക്കുന്ന സമൂഹത്തിന് മാത്രമേ ദുരുപദേശത്തെയും ശരിയായ ഉപദേശത്തെയും ദുരുപദേശത്തെ തകർക്കുവാനും ശരിയായ ഉപദേശത്തെ എത്തിക്കുവാനും കഴിയുള്ളൂ. ആദിമ സഭ ഏറ്റവും വലിയ പീഡനങ്ങളിലൂടെ കടന്നുപോയപ്പോഴും ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ കടന്നുപോയപ്പോഴും ദുരുപദേശം പറഞ്ഞവരൊക്കെ, ഞങ്ങൾ പറഞ്ഞ സുവിശേഷമല്ലാതെ പറയുന്നവരൊക്കെ ശപിക്കപ്പെട്ടവരെന്ന് പറവാൻ ദൗത്യത്തിൽ പ്രേക്ഷിത പ്രവൃത്തിയിൽ ഏറ്റവും മുന്നിടുന്ന പൗലോസിന് യാതൊരു മടിയുമില്ല. പീഡനമാണ്, സഭ വളർന്നുള്ള ചോദ്യങ്ങളുണ്ട്. ഇതിന്റെ നടിയിലും ദുരുപദേശത്തെ എതിർക്കുവാനും ഇതിന്റെ മുന്നിൽ ശക്തമായ മറുപടികൾ നൽകുവാനും അവൻ ലേഖനങ്ങളായി സൈക്ലിക്കൽ ലെറ്റേഴ്സ് ആയിട്ട് ചാക്രിക ലേഖനങ്ങളായി നൽകി പ്രതിസന്ധിയും സംശയവും എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുവാനും കഴിഞ്ഞു. പ്രാക്ടീസിങ് ക്രിസ്ത്യാനിറ്റി ആയിരിക്കണം. ഇന്നത്തെ തലമുറ ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം വേറെ അവർ മോഡൽസ് എന്നുള്ളതാണ്. പ്രസംഗിക്കുന്നതിനെ പ്രാക്ടീസ് ചെയ്യുന്ന, പഠിപ്പിക്കുന്നതിനെ പ്രായോഗികമാക്കുന്ന, ആ വെല്ലുവിളികളെ പറഞ്ഞു നൽകുന്ന ഒരു സമൂഹമാകണം. ഒരു ആൺകുട്ടി ചോദിക്കുകയാണ്, ദൈവത്തിന്റെ വാക്കുകൊണ്ട് സകലം ഉളവായി എന്റെ വാക്കിൽ എന്തുകൊണ്ട് ഉളവാകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ശുദ്ധമായ ഇടപെടലുകളിൽ ദൈവവും ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യനും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു നൽകുവാനുള്ള സഭയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. സ്റ്റിനിങ് ആൻഡ് എക്സ്പെരിമെന്റഡ് ആയിരിക്കണം. കാലങ്ങൾ മാറുമ്പോൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതായ എന്തെങ്കിലും സഭയുടെ മുന്നിലുണ്ടോ, നടത്തേണ്ടതായ എന്തെങ്കിലും ഉണ്ടോ, ഒരു അസസിംഗ് ചർച്ച ആയിരിക്കണം, റീചർച്ച ആയിരിക്കണം. എങ്കിൽ മാത്രമേ സ്പിരിച്വാലിറ്റിയിൽ കടന്നു വരുന്ന പുഴുക്കുത്തുകളെ മാറ്റിക്കളയുവാൻ സഭയ്ക്ക് കഴിയത്തുള്ളൂ. ക്രൈസ്റ്റ് സെന്റേർഡ് ആൻഡ് ട്രിനിറ്റേറിയൻ ആയിരിക്കണം. സഭ ഒരു പ്രായോഗിക ക്രിസ്തീയ ദൈവശാസ്ത്രത്തെ പഠിപ്പിച്ചു നൽകുമ്പോൾ, ഏക സത്യ ദൈവത്തെ പരിചയപ്പെടുത്തുമ്പോൾ അതിനുപയോഗിക്കുന്ന ദൈവശാസ്ത്ര ചിന്ത ട്രിനിറ്റിയാണ്. ആ ചിന്തയിലൂടെ നൽകുമ്പോൾ തന്നെ ക്രൈസ്റ്റ് സെന്റേർഡായ വിശ്വാസ രീതികളെ പരിചയപ്പെടുത്തി നൽകുവാൻ, അതിന് ഊന്നൽ നൽകുവാൻ സഭയ്ക്ക് കഴിയണം. സ്പിരിറ്റ് ടെമ്പോളെ ആയിരിക്കണം. ആത്മാവിന്റെ ശക്തി പ്രാപിച്ച സഭയായിരിക്കണം. അല്ലാത്ത സഭ ചത്തതായിരിക്കും. കോണ്ടക്സ്റ്റലൈസ്ഡ് ആയിരിക്കണം. പ്രായോഗികമായി അതാത് പശ്ചാത്തലങ്ങളിലേക്ക് സുവിശേഷത്തെ വിനിമയം ചെയ്ത് കൊടുക്കുവാൻ, ഇതിനോടുണ്ടാകുന്ന വെല്ലുവിളികൾക്ക് കൃത്യമായ വ്യാഖ്യാനം നൽകുവാൻ സഭയ്ക്ക് കഴിയണം. കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിരിക്കണം. സമൂഹത്തെ ചേർത്ത് നിർത്തുന്ന, പണിയുന്ന ഒരു സമൂഹമായിരിക്കണം. ജോയ്ഫുൾ ഇൻ സഫറിംഗ്. ഇപ്പോൾ വയനാടിൽ പ്രതിസന്ധിയുണ്ട്. വിശ്വാസ സമൂഹം നിലയ്ക്ക് പ്രതിസന്ധികളിലുള്ള പ്രത്യാശയെ, ഭംഗം വരാത്ത പ്രത്യാശയെ
പറഞ്ഞു നൽകുവാൻ കഴിയുന്നവരായിരിക്കണം. പയനിയറിംഗ് ആൻഡ് ഇറ്റേണിറ്റി ഓറിയന്റഡ് പുതിയ കാര്യങ്ങൾക്ക് തുടക്കം നൽകുവാനും അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ കൊണ്ടുപോകാൻ കഴിയുന്നവരും നിത്യതയുടെ ദർശനത്തെ കൈമാറ്റം അല്പം പോലും കളയാതെ മുന്നോട്ട് പോകുന്നവരുമായിരിക്കണം. പെന്തിക്കോസ്റ്റൽ മൂവ്മെന്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ആത്മീയത ഭാഗമായിട്ട് നൽകുവാൻ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ അതൊരു മാറ്റം വരുത്തിയിട്ടില്ല. അതുകൊണ്ട് ആ ഭാഗം ഞാൻ മുഴുവനായിട്ട് പറയുന്നില്ല. ഷാരോൺ ഫെലോഷിപ്പിന്റെ ഭരണഘടനയിൽ എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത് നൽകിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ കൃത്യമായിട്ട് നൽകുന്നത്. കാരണം നമുക്ക് നിയതമായി സഭ ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പൊ നമ്മൾ പോസ്റ്റ്മോർട്ടം ചിന്തിക്കുമ്പോൾ അതിന്ന് പ്രസന്റ് ചെയ്യുന്ന ആളുകളിലേക്ക് ഞാൻ വ്യത്യാസം വരുത്തിയാൽ അത് തന്നെ ഒരു ശരിയല്ലാത്ത സംഗതിയാണ്. അതുകൊണ്ട് നമുക്ക് നൽകപ്പെട്ട നമ്മൾ എന്താണ് നമ്മൾ തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആ വ്യാഖ്യാനത്തിൽ നിൽക്കുകയാണ്. അതാണ് ഞാൻ മുമ്പ് കാണിച്ചത്. അതും നമ്മൾ നിൽക്കണം. എന്താണ് നമുക്ക് നൽകുന്ന പ്രത്യേകത? ക്ലാസിക്കൽ പെന്തിക്കോസ്റ്റൽ സ്പിരിച്വാലിറ്റിക്കുള്ള പ്രത്യേകത എന്താണ്? നമ്മൾ ചരിത്രപരമായി ഹിസ്റ്റോറിക്കൽ മറന്നു പോകല്ലേ. കർത്താവിന്റെ വാഗ്ദത്തം മുതൽ പെന്തിക്കോസ്റ്റ് മുതൽ അസൂസ മുതൽ ഇന്ന് വരെ നമ്മൾ ചരിത്രപരമായി സഭയുടെ ഭാഗമാണ്. ജെനുവിൻ ചർച്ച് ഈസ് കോൾഡ് പെന്തിക്കോസ്റ്റ് എന്ന് പറയും. യഥാർത്ഥ സഭ കാലങ്ങളിൽ മുന്നോട്ടി വന്ന കൊച്ചു കൊച്ചു ന്യൂനപക്ഷമായി വന്ന ചോദ്യമുണ്ടായിരുന്നു. പാക്കിസ്റ്റുകളും ടോക്കേഴ്സും ഒക്കെ ആർ യു സേവ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെന്നുള്ള ചോദ്യം ഉപയോഗിച്ചു. ബോൺ അഗൈൻ എക്സ്പ്ലെയിൻ, വീണ്ടും ജനത്തിൽ അവർ നൽകി ഊന്നലുണ്ടായിരുന്നു. അങ്ങനെ കാലത്തിന്റെ കുത്തൊഴുക്കിൽ സഭ നല്ലതെന്ന് കണ്ട് മുറുകെ പിടിച്ച സകലത്തെയും ചേർത്ത് നിർത്തി അതിൽ ആത്മനിറവിനെ കൂടി ഏറ്റവും ശക്തിയോടെ ഊന്നൽ നൽകി രൂപപ്പെട്ടു വന്ന ദൈവത്തിന്റെ കാഴ്ചപ്പാടിനെ കൃത്യമായി നൽകുന്ന സഭയായിട്ടാണ് പെന്തിക്കോസ്റ്റ് സഭയെ നമുക്ക് പരിചയപ്പെടുത്തുവാൻ കഴിയുന്നത്. നമുക്ക് ശക്തമായ ഒരു ഉപദേശപരമായ സ്ഥാനമുണ്ട്, ഡോക്ടറൽ പൊസിഷനുണ്ട്, ക്രൈസ്റ്റ് സെന്റേർഡ് ആണ്, ക്രിസ്തീയ സ്നേഹം, ക്രിസ്തുവിന്റെ സ്നേഹം അത് നൽകുന്നവരാണ്, സ്പിരിറ്റ് എംപവേർഡ് ആണ്. അതിൽ നമുക്കുണ്ടാകുന്നതായ ഈ പരിമിതി, അതിൽ ടങ്സിന് മാത്രമായി നമ്മൾ നൽകുന്നതായ ഓവർ എംഫസിസ് ഉണ്ട്. അതിനെ കൃത്യമായി ബാലൻസ് ചെയ്യുവാൻ നമുക്ക് ശ്രമിക്കണം. നമ്മൾ വിശ്വസിക്കുന്ന കാര്യം നമ്മളെ യുണീക്ക് ആക്കുന്ന നമ്മുടെ അസൂസ അനുഭവത്തിന്റെ ശ്രേഷ്ഠത തന്നെ ടങ്സ് ആണ്. എന്നാൽ എല്ലാ ആത്മദാനങ്ങളെയും കൃത്യമായി പരിചയപ്പെടുത്തി നൽകുകയും അതിനനുസരിച്ച് സഭയെ ഒരുക്കുവാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് നമുക്ക് മാറി നടക്കുവാൻ കഴിയത്തില്ല. നമുക്ക് എംഫസിസ് ഓൺ ബൈബിൾ ടീച്ചിങ് ആൻഡ് പ്രാക്ടീസ്, നമ്മുടെ എക്സ്പീരിയൻസ് ഓറിയന്റഡ് ആകുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എന്റെ അനുഭവം എന്ന് പറഞ്ഞ് പലതിനെയും മുൻപോട്ട് വെക്കുമ്പോൾ അനുഭവങ്ങളെ വേദപുസ്തകത്തിന് സ്ക്രിപ്ചർ ബേസ്ഡ് ആണ്. സ്ക്രിപ്ചർ ഇന്റർപ്രറ്റ് സ്ക്രിപ്ചർ എന്നാണ്. തിരുവഴുത്തിനെ വ്യാഖ്യാനിക്കുന്നു. ഇതിനെ ചേർത്ത് ഇത് കൊണ്ടുപോകാൻ വേണ്ടി അവിടെയാണ് ഞങ്ങൾക്ക് റെഡിൽ നൽകിയിരിക്കുന്നത്. സ്റ്റേൺലെസ് ഓൺ സെപ്പറേഷൻ ആൻഡ് ഹോളി ലിവിംഗ്. ഈ പോസ്റ്റ്മോഡേണിസം പോലെയുള്ള കാലഘട്ടങ്ങളിൽ നമ്മുടെ വേർപാടിനും വിശ്വസിക്കുന്ന മുന്നിൽ പെന്തിക്കോസ്റ്റ് സമൂഹത്തിന് വലിയൊരു വാതിലാണ്. ആ സമൂഹത്തിലേക്ക് ചേർന്ന് വരുവാൻ അനേകം ദൈവം നൽകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പെന്തിക്കോസ്റ്റ് സമൂഹം പീപ്പിൾ ഓറിയന്റഡ് ആണ്, ജനങ്ങളെ ചേർന്നതാണ്. സഭ എന്ന് പറയുമ്പോൾ മറ്റു പല സംവിധാനങ്ങളിലും വലിയ ബിൽഡിങ്ങുകളും വലിയ കെട്ടിടങ്ങളും അനുബന്ധമായ ഭരണ സംവിധാനങ്ങളിൽ അധികാര വ്യവസ്ഥ ചേർന്ന് വരുമ്പോൾ പെന്തിക്കോസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് സാധാരണക്കാരായ വസ്ത്രം ധരിക്കുന്ന സാധാരണ സമൂഹത്തോട് ചേർന്ന് പോകുന്ന ഭരണ സംവിധാനം നയിക്കുന്നവർക്കുള്ള എന്നുള്ളതാണ്. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ മനുഷ്യന് ഊന്നൽ നൽകുകയും അവന്റെ പരാജയപ്പെട്ട അവസ്ഥകളിൽ നിന്ന് ഉയർന്നു വരുവാൻ അവനെ നല്ല പ്രോത്സാഹനം നൽകുകയും അവന്റെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ശ്രേഷ്ഠമായ ഭാവിയെ ടുമോറോ ഇസ് ബെറ്റർ, നാളെ ശുഭകരമായ ദിനങ്ങളുണ്ട്, കൈവിടാത്തവനായ ദൈവത്തെ പരിചയപ്പെടുത്തി നൽകുന്ന, അവനെ ചേർത്ത് നിർത്തുന്ന, കഷ്ടതകൾ സഹിപ്പാൻ അവന് നല്ല ഒരു പരിശീലനം നൽകുന്നതായ സന്ദേശങ്ങളാണ് നമ്മൾ യഥാർത്ഥമായി നൽകേണ്ടത്. ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ ആണ്, അക്ഷരികമായ വ്യാഖ്യാനമാണ്. ലിറ്ററൽ ഗ്രാമാറ്റിക്കൽ ഹിസ്റ്റോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ നമ്മൾ പൊതുവായിട്ട് വിളിക്കും. അതിൽ നമ്മളിപ്പോൾ അല്പം മാറിപ്പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ബാബാസു പറഞ്ഞതുപോലെ നിലനിന്ന് വന്ന പലരിൽ വാക്കുകളിലും വ്യക്തികളിലും ഒക്കെ ദുരുപദേശങ്ങൾ ധാരാളമായിട്ട് ഇന്ന് വർദ്ധിച്ചു വരുന്നത്. ഹോസ്റ്റൈൽ ഹെറസീസ് ആൻഡ് ഹെറിറ്റിക്സ് ആണ്. നമ്മൾ ദുരുപദേശങ്ങളോടൊക്കെ ഏറ്റവും ശക്തമായി എതിർക്കുന്നവരാണ്, മിഷൻ മൈൻഡഡ് ആണ്. ഇവാഞ്ചലിസം, ആർ യു സേവ്, നമ്മുടെ പിതാക്കന്മാർ ഒരാളെ കാണുമ്പോൾ നീ രക്ഷിക്കപ്പെട്ടവനാണോ രക്ഷിക്കപ്പെട്ടവളാണോ ചോദ്യത്തിലൂടെയാണ് അവരെ സഭയോട് ചേർത്ത് വന്നത്. ഫെലോഷിപ്പ്, യൂസ് ഓഫ് സ്പിരിച്വൽ ഗിഫ്റ്റ് ഫോർ എഡിഫിക്കേഷൻ, നമ്മൾ നിത്യ ഓറിയന്റഡ് ആണ്. ഒരു അക്കോമഡേറ്റീവ് അഡ്മിനിസ്ട്രേഷൻ നമുക്കുണ്ട്. അത് പാട്രിയാർക്കിലാണെന്ന് വ്യക്തിപരമായ ഒരു വ്യൂ ആണ്. അല്പം കൂടി അതിൽ മാറ്റങ്ങൾ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രയർ ലൈഫുള്ള വളരെ ഡിവോഷണലായ ഒരു സമൂഹമാണ്. എനിക്ക് അടുത്ത രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് വളരെ ചുരുക്കി പറഞ്ഞ് എന്റെ കൺക്ലൂഷന്റെ സമയത്തേക്ക് വരികയാണ്. മെറ്റീരിയൽ ലൈഫ്, ഭൗതിക ജീവിതത്തെ എങ്ങനെയാണ് കാണേണ്ടത്? നമുക്ക് ഒരിക്കലും ഈ ഭൂമിയിൽ നിന്ന് അടർന്നു മാറി ജീവിക്കാൻ കഴിയത്തില്ല. പക്ഷെ ഇതിനെ മാറ്റി ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുമെങ്കിൽ നമ്മൾ പരാജയപ്പെടും. ദൈവത്തെയും പണത്തെയും ഒരുമിച്ച് നമുക്ക് സേവിപ്പാൻ കഴിയത്തില്ല. ഉന്മാനം ഉണ്ടെങ്കിൽ മതി എന്ന് വെട്ടി
നിങ്ങൾ ധനവാനായിട്ട് ദൈവത്തെ മറന്നു കളവാനും ദരിദ്രനായിട്ട് ക്ഷമിക്കാനും കഴിയാതിരിക്കണം എന്നുള്ളതാണ് വേദപുസ്തകം നമുക്ക് നൽകുന്ന കർത്താവ് നമ്മോട് പറഞ്ഞു നമുക്ക് ഉപ്പാകുന്നു, അത് സാധില്ലാതെ പോകരുത്. അത് ആ ഉപ്പിന്റെ രുചി നൽകണം, വെളിച്ചമാണ്, അത് പ്രകാശം നൽകണം. ഇനി അവസാനമാകും അങ്ങനെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്വനായ പിതാവിനെ മഹത്വപ്പെടുന്നവരായിട്ട്. അപ്പൊ മെറ്റീരിയൽ ലൈഫിനെ ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി ദൈവം നമുക്ക് ഇത് വ്യവസ്ഥയായിട്ട് മനസ്സിലാക്കി അതിനെ അതിനുവേണ്ടി മാത്രം കാണുവാനുള്ള കാഴ്ചപ്പാടിലേക്ക് നമ്മൾ മാറേണ്ടത്. കാണപ്പെടുന്നത് താൽക്കാലികമാണ്, കാണാത്തതാണ് നിത്യമെന്ന് ദൈവത്തിന്റെ വായന നമുക്ക് പറഞ്ഞു നൽകും. എന്താണ് ജഡീക ജീവിതം? വളരെ സെൽഫിഷായ, ക്രേവിങ്, ഒരിക്കലും തൃപ്തിപ്പെടാത്ത, നിനക്ക് തരാം 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 എന്ന് പറയുന്നത് എന്താണെന്ന് സദൃശവാക്കി നമുക്ക് പറയുന്നുണ്ട്. ഒരു ഡിസൊബീഡിയന്റ് ടു ദ സ്പിരിറ്റ്, അനുസരണമില്ലാത്ത, കീഴടങ്ങുവാൻ കഴിയാത്ത, വളരെ അഹങ്കാരം തോന്നുന്ന, ക്ഷമിക്കുവാൻ മനസ്സില്ലാത്ത, ബോധിച്ചതുപോലെ ജീവിക്കുന്ന, മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന, അവരെ അന്വേഷിക്കുന്ന ഒരു സമൂഹം. അതാണ് ജഡീക ജീവിതം. എനിക്ക് അടുത്തായിട്ട് പറഞ്ഞത് കാർണൽ ലൈഫാണ്. ഞാനത് വിട്ടിട്ട് ജഡീക ജീവിതത്തിൽ കാർണൽ നേച്ചറാണ് ഞാൻ പറഞ്ഞത്. എന്താണ് പുതിയ നിയമസഭ ആവശ്യപ്പെടുന്ന ജീവിതം എന്ന് ജോൺ സ്റ്റോട്ട് അദ്ദേഹത്തിന്റെ ഗിരിപ്രഭാഷണത്തിന്റെ പുസ്തകത്തിന് പേര് നൽകിയപ്പോൾ അതിനെ വിളിച്ചത് കൗണ്ടർ കൾച്ചർ എന്നാണ്. ലോകം മുന്നോട്ട് വെക്കുന്ന, ഉത്തരാധിക സമൂഹം മുമ്പോട്ട് വെക്കുന്ന വ്യത്യസ്തമായ ഒരു സംസ്കാരത്തിനെ വെല്ലുവിളിക്കുന്ന ഒരു സംസ്കാരം എന്നാണ് വിളിച്ചത്. കർത്താവിനെ ഓർത്താൽ മതി. കർത്താവ് പറഞ്ഞു, എന്റെ ഈ ഭൂമിയിലെ ജീവിതം, എന്റെ രാജ്യം, അത് ഐഹികമല്ല, ഈ ലോകത്തിനുള്ളതല്ല. അപ്പൊ അത് അടിവരയിട്ടെങ്കിൽ മാത്രമേ പുതിയ നിയമത്തിനനുസരിച്ചുള്ള ജീവിത ശൈലി നമുക്ക് രൂപപ്പെടുത്താൻ കഴിയുള്ളൂ. ബലിഗ്രഹം പറഞ്ഞത് ലിവിങ് ഇൻ ദ മേഴ്സീസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കരുണയെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കണം. റോമാലേഖനം 12-ാം അധ്യായത്തിൽ സഹോദരന്മാരെ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നതെന്ന് അപ്പോസ്തലൻ പറഞ്ഞു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ നമ്മൾ ക്ഷമിക്കുന്നവരായി, ഉൾക്കൊള്ളുന്നവരായി, ചേർക്കുന്നവരായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ മഹാകരുണയാൽ രക്ഷിക്കപ്പെട്ടവരാണ്, ജീവൻ നിത്യത്തിനായി യോഗ്യപ്പെടുന്നവരാണെന്ന് തിരിച്ചറിവുള്ളപ്പോൾ മാത്രമേ നമുക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയത്തുള്ളൂ. ഇനി യേശു കർത്താവിന്റെ ലൈഫ് സ്റ്റൈൽ ആയിരിക്കണം. ഞാനതിന് ജീസസ് സാധാരണ എന്നാണ് വിളിക്കുന്നത്. സാധാരണ, ജീസസ് ദി ഓർഡിനറി, സാധാരണ മനുഷ്യരിൽ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന മതപരമായ സകല സംവിധാനങ്ങളെ ജയിച്ച് ജീവിച്ച ഒരു യേശുവിനെ കാണുക. പരിവർത്തനിക്കപ്പെട്ട ജീവിതത്തിന് പരിചയപ്പെടുത്തി നൽകുന്ന ഒരു സാധാരണക്കാരൻ രീതിക്ക് റബ്ബൂനി എന്ന് വിളിച്ച് അടുത്ത് ചെല്ലുവാൻ കഴിയുന്ന, അകലങ്ങളില്ലാതെ ദൈവിക സംവിധാനങ്ങളെ പരിചയപ്പെടുത്തി നൽകിയ ഒരു യേശുവിനെ പരിചയപ്പെടുത്തുന്നവരായി നിന്നെങ്കിൽ മാത്രമേ പുതിയ നിയമസഭയ്ക്ക് അനേകരെ ആകർഷിപ്പാനും അവരിലൂടെ കർത്താവിന്റെ കൃപ നൽകുന്നത്. ബൈബിൾ ഗൈഡ് ആയിരിക്കണം. നമുക്ക് ഒരു എത്തിക്കൽ ലൈഫിൽ വലിയ മാറ്റങ്ങൾ വരെയാണ്. റെസ്പോൺസിബിൾ സോഷ്യൽ ലൈഫ് നമ്മൾ നൽകണം. അങ്ങനെ നൽകിയെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തീയ ജീവിതത്തെ ഏറ്റവും മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. 2 പത്രോസ് 1:3 നമുക്ക് പറഞ്ഞു നൽകുന്നത്, തന്റെ മഹത്താലും നന്മയാലും നമ്മെ വിളിച്ചവനെ കുറിച്ച് എന്തെല്ലാം നമുക്ക് ശ്രദ്ധിക്കാൻ ആവശ്യമുണ്ടോ. ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ സകല നേച്ചറിൽ നിന്നും നമുക്ക് നൽകേണ്ട സകലവും നമുക്ക് ക്രിസ്തുവേശുവിൽ നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പൊ മനുഷ്യൻ ഒന്നിനും കുറവുള്ളവരായിട്ടല്ല ഭൂമിയിൽ ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് പ്രോസ്പെരിറ്റി തിയോളജി മുതൽ റാഡിക്കൽ ഹൈപ്പർ ഗ്രേസ് തിയോളജി മുതൽ ഇങ്ങനെയുള്ള ദൈവശാസ്ത്ര വ്യതിയാനങ്ങൾ മനുഷ്യനെ വളരെ സ്വാധീനിക്കുന്നത്? കാരണം അവന് ന്യായമായി നൽകപ്പെടേണ്ടതൊക്കെ ചിലരുടെ കരങ്ങളിലൂടെ മാത്രമേ ലഭ്യമാകത്തുള്ളൂ. ചില സംവിധാനങ്ങൾ, നോസ്റ്റിസിസം പോലെ, ജ്ഞാനവാദം പോലെ പ്രത്യേകമായ അറിവും പ്രത്യേകമായ വെളിപ്പാടുകളും പ്രത്യേകമായ ഇടപെടലുകളും ഉണ്ടെങ്കിൽ മാത്രമേ ലഭ്യമാകത്തുള്ളൂ. ക്രിസ്തുവേശുവിൽ സൗജന്യമായി നൽകുന്ന രക്ഷയോടുകൂടി നൽകപ്പെട്ടിരിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങളിലേക്ക് ജനത്തെ വരാതെ അവരുടെ കണ്ണുകളെ കുരുമാക്കാൻ വേണ്ടി സാധാരണ തന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിനെ മനസ്സിലാക്കി ദൈവിക പരിജ്ഞാനം, അപ്പോസ്തലനായ പൗലോസിന്റെ പ്രധാനപ്പെട്ട 3 പ്രാർത്ഥനയിലും ദൈവിക പരിജ്ഞാനത്തെ നിറവിനെ പറ്റി പറയുന്നു. അങ്ങനെ ഉള്ളവരായി തീരുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമുക്ക് ആത്മീയ ജീവിതത്തിന്റെ ഫലം എന്താണ്, അതെന്തുകൊണ്ടാണ് മനസ്സിലാക്കേണ്ടത്? അഗസ്റ്റിൻ തന്റെ പ്രശസ്തമായ ഗ്രന്ഥം സിറ്റി ഓഫ് ഗോഡ് എഴുതിയപ്പോൾ അദ്ദേഹം പിന്നെ അതിൽ നിന്ന് മഹദിയം ബാബുലോൺ പോലെയുള്ള ചിന്തകളൊക്കെ വന്നു. മുകളിൽ ദൈവത്തിന്റെ പട്ടണവും താഴെ നിൽക്കുന്നതായ മനുഷ്യന്റെ പാപപകിലമായ പട്ടണത്തെ പറ്റിയും പറഞ്ഞു. നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം വരുവാനുള്ള നിത്യജീവനെ നമുക്ക് നൽകുന്നതാണ്. നിങ്ങൾ ഈ ഭൂമിയിൽ കൊള്ളാകുന്നവരും എഴുന്നേരും ദൈവത്തിന്റെ മക്കളുമായി നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്നവരാകണമെന്ന് ലേഖനം നമുക്ക് പറഞ്ഞു നൽകുന്നു. അപ്പൊ നമുക്ക് ഈ ക്രിസ്തീയ ജീവിതം ദൈവം നൽകിയിരിക്കുന്നത് നമ്മൾ ഈ ജീവിതത്തിൽ ദൈവത്തിന്റെ നല്ല പത്രങ്ങളായി, നല്ല അനുകാരികളായി, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരായി ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇങ്ങനെ അതിജീവിക്കുന്നവർക്ക് ദൈവത്തിന് നിത്യമായ ഇടത്തേക്ക് മുന്നുവാൻ കഴിയും. അതെങ്ങനെയാണ് സ്വഭാവത്തിൽ പ്രതിഫലിക്കുന്നത്? അതിൽ ശിഷ്യത്വം പ്രാധാന്യമുള്ള കാര്യമാണ്. ശിഷ്യരാകണം. എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവ് പറഞ്ഞു നൽകി. അതിന്റെ ക്രൂശ് എടുത്ത്
അവനവന്റെ ക്രൂശ് അനുഭവിക്കാൻ കഴിയണം. സഹിഷ്ണുത, സന്തോഷത്തോടെ കഷ്ടപ്പെടുവാൻ തയ്യാറുള്ളവരായിരിക്കണം. പക്വത ലൈഫിൽ, യാക്കോബിന്റെ ലേഖനം നമുക്ക് പറയുന്നത് ഒന്നിലും കുറവില്ലാത്തവരും തികഞ്ഞവരും നമ്മൾ ആകുമാറാകണം. ദൈവത്തിലുള്ള ആത്മവിശ്വാസം, കോൺഫിഡൻസ് ഇൻ ഗോഡ്. മനുഷ്യന്റെ ടെക്നോളജിയിലല്ല, മനുഷ്യന്റെ സംവിധാനങ്ങളിലല്ല, സാമ്പത്തികത്തിലല്ല, ആരോഗ്യത്തിലല്ല, അവനുള്ള സയന്റിഫിക് നോളജിലല്ല, ദൈവത്തിൽ ട്രസ്റ്റ് ഓഫ് ഗോഡ്. ദൈവത്തിൽ ആത്മവിശ്വാസമുള്ളവരായി മാറണം. ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ വളരെ ഗ്രോത്ത് ഇൻ ദ നോളജ് ഓഫ് ഗോഡ്. ഡിറ്റാച്ച്മെന്റ് പോൽ ഇത് സംഭവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അങ്ങനെ ജയിക്കാൻ കഴിയുന്നത്. നമുക്ക് എങ്ങനെയാണ് ഒരു പെന്റിക്കോസ്റ്റൽ സ്പിരിച്വാലിറ്റിയെ ഫ്രെയിം വർക്ക് ചെയ്യാൻ കഴിയുന്നത്? നമ്മൾ ഇത് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ചെല്ലുവിളികൾ, എന്റെ സമയം തീരുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം, നമ്മൾ പലപ്പോഴും ധാർമ്മികമായ നിലപാടുകളെ മാത്രമാണ് മനസ്സിലാക്കാൻ ശ്രമിക്കാറുള്ളത്. നമുക്ക് വലിയ വെല്ലുവിളികളുണ്ട്. ഞാൻ എക്സാമ്പിൾ എടുക്കുമ്പോൾ ഒരിക്കലും നിങ്ങളത് തെറ്റായി മനസ്സിലാക്കിയില്ല എന്ന് എനിക്ക് അറിയാം. ഡൊണാൾഡ് ട്രംപിനെ ധാരാളം വിശ്വാസികൾ ഇഷ്ടപ്പെടാറുണ്ട്. ഇഷ്ടപ്പെടുന്നതിൽ തെറ്റൊന്നുമില്ല. ഒരു ക്ലാസിക്കൽ പെന്റക്കോസ്റ്റ് പെർസ്പെക്റ്റീവ് നമ്മൾ ചിന്തിക്കുമ്പോൾ, ധാർമ്മികത ചിന്തിക്കുമ്പോൾ, നമ്മൾ വിവാഹമോചനത്തിന് ശക്തമായി വിയോജിപ്പുള്ളവരാണ്. അദ്ദേഹത്തിന് വലിയ ക്രിസ്തീയ കാഴ്ചപ്പാടുള്ളപ്പോൾ തന്നെയും അദ്ദേഹത്തിന്റെ വിവാഹ ജീവിതം അല്ലെങ്കിൽ കുടുംബ ജീവിതം വിജയകരമാണ് എന്ന് നമ്മുടെ കാഴ്ചപ്പാട്, ധാർമ്മികമാണ് എന്ന് നമ്മുടെ കാഴ്ചപ്പാട് എന്ന് പറയാൻ കഴിയത്തില്ല. അപ്പൊ ഒരു വ്യക്തി ചെയ്യുന്ന പല നന്മകളെയും പർവ്വതീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ ധാർമ്മികമായ നിലപാടുകൾ, എത്തിക്സ് ഈസ് വാട്ട് വി ആർ, നമ്മുടെ പ്രാക്ടീസ് ആണ് നമ്മുടെ ധാർമ്മികത. റൈറ്റ് ആൻഡ് റോ, വാട്ട് വി ഈസ് കമ്മിങ് ഫ്രം വാട്ട് വി ബിലീവ്. നമ്മൾ വിശ്വസിക്കുന്നതിൽ നിന്നാണ് ശരിയും തെറ്റും രൂപപ്പെട്ട് വരുന്നത്. വിശ്വാസ സംഹിതയെ ചില പ്രത്യേകമായ സ്ഥലങ്ങളിൽ നമുക്ക് പ്രതിസന്ധി ഉള്ളപ്പോഴോ, നമുക്ക് ജയങ്ങൾ ഉള്ളപ്പോഴോ, നമുക്ക് സന്തോഷമുള്ളപ്പോഴോ, നമുക്ക് കഠിനമായ ഒരു പ്രതിസന്ധി ഉള്ളപ്പോഴോ അതിനെ മാറ്റുവാൻ നമുക്ക് കഴിയത്തില്ല. അപ്പൊ നമുക്ക് പോസ്റ്റ് മോഡേൺ സമൂഹത്തിന് മുമ്പിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഐഡിയലിസം എന്ന ഒരു കാലഘട്ടത്തിൽ വിശിഷ്ട കാര്യമുണ്ട്. AK ആന്റണി മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു വലിയ കസേര സ്റ്റേജിൽ ഇരിക്കാനായിട്ട് കൊടുത്തു. അദ്ദേഹം ആ കസേര മാറ്റി വെച്ചിട്ട് എല്ലാവർക്കും കൊടുത്ത കസേരയിൽ ഇരുന്നു. അപ്പൊ ഒരു ഐഡിയൽ ലൈഫിനെ കാണിക്കാൻ വേണ്ടി ആൾക്കാർക്ക് റിസംബ്ലൻസ് ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയപ്പെടണം. സാമാന്യ മനുഷ്യരോട് ചേർന്ന് പോകുന്ന ചിന്തയിൽ നിൽക്കണം. മൂന്നാമത്തെ കാര്യം, ആശയവിനിമയത്തിൽ വലിയ മാറ്റങ്ങളിലേക്ക് പെന്തക്കോസ്ത് സമൂഹം വരണം. ഞാൻ സമയപരിധിയിൽ വേഗം പറയാം. നമ്മൾ എല്ലാവരും തന്നെ മലയാളത്തിലെ ബൈബിള് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വായിക്കുന്നവരാണ്. ഇന്നത്തെ തലമുറ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒന്നും തന്നെ, ഇപ്പൊ ഞാൻ ഇത് ബ്ലാക്കിൽ അതുകൊണ്ടാണ് മാറ്റിയിട്ടത്, കറുത്ത തന്നെ ഇട്ട് ഒരു റെഡ് മാത്രം. നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വായിക്കുന്നത് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇന്നത്തെ തലമുറ വളരെ റെയറായിട്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വായിക്കുന്നത്. അവർ പത്രങ്ങൾ വളരെ കുറവാണ് വായിക്കുന്നത്. അവർ ഇതുപോലെയുള്ള പ്രിന്റ് മീഡിയ അല്പം പോലും ഉപയോഗിക്കുന്നില്ല. അവർ ഉപയോഗിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളും മൂവിങ് വീഡിയോസും കൊച്ച് 30 സെക്കൻഡ്സിൽ കാണുന്ന റീൽസും ഒക്കെയാണ്. നോളജ് അത്രയും പരിമിതപ്പെടുത്തുവാനും അതിന്റെ സാധ്യതകൾ ഉപയോഗിക്കാനും അവർക്ക് കഴിയും. അതുകൊണ്ട് അതിനെ ക്രിയാത്മകമായി ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ പരാജയങ്ങളെയും തെറ്റുകളെയും പറഞ്ഞു കൊടുത്തുകൊണ്ട് തലമുറ അതിനെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, വേദപുസ്തകത്തിന്റെ ഗ്യാപ്സ് ഓഫ് ദ ബൈബിൾ നമ്മൾ വിളിക്കും. സാംസ്കാരികപരമായി, ഭാഷാപരമായി വേദപുസ്തകത്തിലുള്ള 5 തരത്തിലുള്ളതായ ഗ്യാപ്പുകളുണ്ട്. ഈ ഗ്യാപ്പുകൾ ബ്രിഡ്ജ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, അതിനെ ബന്ധപ്പെടുന്ന കാര്യങ്ങളുണ്ട്. സഭ വളരെ കൃത്യമായി സഭയും കുടുംബവും സമൂഹവും ഒരുപോലെ പറഞ്ഞു നൽകി ബൈബിൾ ഈസ് എൻ ആർക്കൈവ് ടെക്സ്റ്റ്, ഇത് പുരാതനമായ ഒരു ഗ്രന്ഥം മാത്രമാണ് എന്ന് പരിചയപ്പെടുത്തി നൽകുന്ന സമൂഹത്തിനിടയ്ക്ക് ഇത് പുരാതനമായ ഗ്രന്ഥം മാത്രമല്ല, നിത്യമായ ഗ്രന്ഥമാണ്, ഓൾവേസ് റെലവന്റ് ടെക്സ്റ്റ് ആണ്, എപ്പോഴും പ്രായോഗികമായി സ്വാധീനമുള്ള, ഇതുമൂലം മാത്രം മനുഷ്യന്റെ ജീവന് നിത്യജീവനും സന്തോഷമുണ്ട് എന്ന് പറയുന്നതാണ് എന്ന് കൃത്യമായി വിഭജിച്ച് നൽകുവാൻ സഭയ്ക്ക് കഴിയണം. മൂന്നാമത്തെ കാര്യം ധാർമ്മികതയാണ്. ഇന്ന് ധാർമ്മികത മുഴുവൻ റിലേറ്റിവിസത്തിലേക്ക് മാറുകയാണ്. മനുഷ്യൻ പറയുന്ന ഒരു കാര്യത്തിലും നിയതമായ ശരിയില്ല, ഫൈനൽ ശരിയില്ല, ഇതാണ് എന്റെ, ഇവിടെ കൊണ്ട് നിൽക്കണം എന്ന് പറയുന്നതിൽ വിശ്വസിക്കാത്ത ഒരു സമൂഹവും ഒരു സംസ്കാരവും വളർന്നു വരുമ്പോൾ അങ്ങനെയല്ല. എപ്പോഴൊക്കെ മനുഷ്യൻ അങ്ങനെയല്ലാതെ ജീവിച്ചു, നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ മനുഷ്യൻ ബോധിച്ചതുപോലെ നടന്നു, ഒരു വ്യക്തി ബോധിച്ചതുപോലെ നടന്നപ്പോൾ, ബോധിച്ചതുപോലെ യാത്ര ചെയ്തപ്പോൾ, ബോധിച്ചതുപോലെ മൊറാലിറ്റിയെ കണ്ടപ്പോൾ വലിയൊരു രാജ്യത്തിന് മുഴുവൻ യുദ്ധമുണ്ടാകുകയും എത്ര സംഹാരം, നാശം, ജീവന നഷ്ടം, ആ സഹോദരങ്ങൾ തമ്മിൽ ഐക്യതയ്ക്ക് നഷ്ടം വേണ്ടിയാണ് എല്ലാം ഉണ്ടായെന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം നമുക്ക് കൃത്യമായി നൽകുന്നു. വേദപുസ്തകം 17 എക്സാംസ് ഞാൻ കഴിഞ്ഞ ദിവസം ശ്രദ്ധിക്കാനിടയായിരുന്നു. അത് നമുക്ക് നൽകുകയാണ്. ബോധിച്ചതുപോലെ ജീവിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ നാശമാണ് ഉണ്ടാകുന്നത്. ദർശനമില്ലാത്തയിടത്ത്, അരുളപ്പാടില്ലാത്തയിടത്ത്
ജനം എങ്ങനെയായിത്തീരുന്നു എന്ന് വേദോസ്തം നമുക്ക് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ധാർമ്മികതയെ സ്വാധീനിക്കേണ്ട ഘടകങ്ങളെ കൃത്യമായി പറഞ്ഞെടുക്കാൻ കഴിയണം. സഭയ്ക്ക് ഒരു ആധുനിക സ്പിരിച്വാലിറ്റി ജയിക്കണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഹീലിംഗ് മെഡിസിൻ ഈസ് പ്രീച്ച് ദ ഗോസ്പൽ. സുവിശേഷം സത്യസന്ധമായി പ്രസംഗിക്കുവാൻ സഭയൊരുക്കണം. സഭയുടെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ മറ്റൊരു സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. കള്ളനോട്ട് അടിക്കുന്നു എന്ന് കേട്ട് ഒരു ഗവൺമെന്റ് സംവിധാനവും അവരുടെ കറൻസി അടിക്കാതെ ഇരുന്നിട്ടില്ല. കള്ള വ്യാജ നാണയങ്ങൾ ഇറങ്ങുന്നു എന്ന് കരുതി നാണയങ്ങൾ ഇറക്കാതിരുന്നിട്ടില്ല. വ്യാജ പ്രൊഡക്ട്സ് ഇറങ്ങുന്നു എന്ന് കരുതി ഒറിജിനൽ പ്രൊഡക്ട്സിനെ ആരും പിൻവലിച്ചിട്ടില്ല. നമുക്കുണ്ടാകേണ്ട ഏറ്റവും ത്വരിതമായ ആഗ്രഹം സത്യസുവിശേഷം, നിർമ്മല സുവിശേഷം, മനുഷ്യന്റെ ജീവനെ നൽകുന്ന, സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി മനുഷ്യനെ രക്ഷയിലേക്ക് കൊണ്ടിരുന്ന ആ സുവിശേഷം പ്രസംഗിക്കുവാൻ സഭ വളരെ പിന്നോക്കം പോകുന്നു. സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചു. യേശു കർത്താവ് എന്ന് പറഞ്ഞ് യഹൂദന്മാരെ മിണ്ടാതാക്കി. അതിന്റെ പോളമിക് ടാസ്കിനെയും വിമർശിക്കേണ്ടതിനെയും ഖണ്ഡിക്കേണ്ടതിനെയും ഖണ്ഡിക്കുന്ന പോളമിക് ടാസ്കിനെയും പ്രതിരോധിക്കേണ്ടതിനെ പ്രതിരോധിക്കുന്ന അപ്പോളമിക് ടാസ്കിനെയും ഒരുപോലെ കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയണം. അതിലേക്ക് വന്നെങ്കിൽ മാത്രമേ സഭയ്ക്ക് പോസ്റ്റ് മോഡേൺ സംവിധാനത്തിൽ ജയിച്ചു നിൽക്കുവാൻ കഴിയത്തുള്ളൂ. സയന്റിഫിക് സൊസൈറ്റിയാണ്. ചോദ്യങ്ങൾ ചോദിച്ചു വൈ നോട്ട് എന്നുള്ള ചോദ്യം എപ്പോഴും ഉണ്ടാകും. അതിന് ഉത്തരം നൽകുവാൻ സഭ ഒരുങ്ങണം. പ്രസംഗിക്കുന്നത് പ്രാവർത്തികമാകണം. സഭയെ പിന്നോട്ട് വലിക്കുന്ന കുൽസിതമായ തെറ്റായ എല്ലാ പ്രവണതകളും വിട്ടുമാറണം. സമൂഹ നിലയ്ക്ക് ധാർമ്മികമായി കുടുംബജീവിതങ്ങളിൽ വ്യക്തിബന്ധങ്ങളിൽ മാതാപിതാക്കളെ കരുതുന്നതിൽ അന്യോന്യം പങ്കുവെക്കുന്നതിൽ എല്ലാം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന വലിയ പരാജയങ്ങളുണ്ട്. പോസ്റ്റ് മോഡേൺ സൊസൈറ്റി എപ്പോഴും പ്രാക്സിസിൽ വിശ്വസിക്കുന്ന സൊസൈറ്റിയാണ്. പ്രായോഗികമായി എന്ത് ചെയ്യുന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മൾ പറയുന്ന എഴുതുന്ന ആശയനിബിഡമായ വിശ്വാസ സംഹിതകളെ അങ്ങനെ ചെയ്യുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് എപ്പോഴും പരിശോധിക്കുന്ന സമൂഹമാണ്. ഇത് ചെയ്യുവാൻ നമുക്ക് കഴിയുമാറാകണം. പ്രാധാന്യമുള്ള ചിന്ത ഇപ്പോൾ വയനാട്ടില് പ്രിയ ജോ പാസൊക്കെ പോയതിനെ പറ്റി പറഞ്ഞു. സാമൂഹിക പ്രതിബദ്ധതയിൽ സർവീസ്. മനുഷ്യപുത്രൻ വന്നത് അവരെ ശുശ്രൂഷിക്കുവാൻ വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ നൽകുവാനും അവരെ ശുശ്രൂഷിക്കുവാനും വേണ്ടിയാണെന്ന് കർത്താവ് പറഞ്ഞു. ആ ക്രൈസ്റ്റ് ലൈക്നെസിന്റെ സെർവിറ്റ്യൂഡ് എന്ന് വിളിക്കുന്ന സേവന മനോഭാവത്തിലേക്ക്, സാമൂഹിക പ്രതിബദ്ധതയിലേക്ക് നമ്മൾ വരണം. അത് അങ്ങനെ വന്ന് മറ്റുള്ളവരെ സേവിക്കുമ്പോഴാണ്. അനേകം തത്വചിന്തകളും മദർ തെരേസ പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെങ്കിൽ ഇന്ത്യയിലെ വടക്കേ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇന്നും ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പോൾ ഒരു പര്യായ മതം പോലെ ആഗ്നസ് എന്ന് പറയുന്ന മറ്റു രാജ്യത്തു നിന്ന് വന്ന ആ വെള്ളക്കാരിയായ മനോഹരമായി സേവനം നൽകിയ യഥാർത്ഥ മനസ്സിനെ കാണിച്ച ശ്രേഷ്ഠവർദ്ധിക്ക് ജീവിക്കാൻ കഴിയുന്നു. അതുകൊണ്ട് നമുക്ക് ഒരു സമൂഹങ്ങളിലേക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ, സ്വാധീനിക്കണമെന്നുണ്ടെങ്കിൽ ഒപ്പം വെളിച്ചവുമായി തീരുമാനത്തിൽ നമുക്ക് വലിയ തീരുമാനമുണ്ടാകും. സഭ നേരിടുന്ന വെല്ലുവിളികളുടെ സമയങ്ങളുണ്ട്. LGBTQ ഇഷ്യൂസ്, തത്വശാസ്ത്രപരമായ വ്യതിയാനങ്ങൾ, വേദപുസ്തകത്തിന്റെ പുതിയ വ്യാഖ്യാനങ്ങൾ നൽകുന്ന പോസ്റ്റ് മോഡേൺ സമയത്ത് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകുന്ന വെല്ലുവിളികൾ, ഫെമിനിസം പോലത്തെ ജെൻഡർ ഓറിയന്റഡ് ഫിലോസഫികൾ നൽകുന്ന വെല്ലുവിളികളുണ്ട്. നമ്മൾ വിശ്വസിക്കുന്നതിലും ഇല്ലെങ്കിൽ അസ്ട്രോണമിക്കൽ സയൻസ് ഇന്ന് മനുഷ്യൻ സാറ്റലൈറ്റുകളും മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നു. നിങ്ങൾക്കറിയാം, ഇലോൺ മസ്ക് മനുഷ്യനെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നു. ഡ്രൈവർ ഇല്ലാത്ത വാഹനങ്ങൾ വരുന്നു. അതിന്റെ സയന്റിഫിക് അഡ്വാൻസ്മെന്റ് ഉണ്ട്. ഇത് നൽകുന്ന വെല്ലുവിളികളുണ്ട്. ഞാൻ ചുരുക്കി അത് പറയുക. ഇത് നൽകുന്ന വെല്ലുവിളികളുണ്ട്. അപ്പൊ നമ്മളൊരു കാര്യം പറയുമ്പോൾ അപ്പം മുറിച്ചു, അത് കൊടുത്തു, എല്ലാവർക്കും നൽകി എന്ന് പറയുമ്പോൾ അവിടെ ഇരുന്ന് കേൾക്കുന്ന കേൾവിക്കാരിൽ പലരും അങ്ങനെയുള്ള പലതിനെയും ചിന്തിക്കുവാനോ ആ ചിന്താമണ്ഡലങ്ങളിൽ നിന്ന് വളരെ അകന്നു നിൽക്കുന്നവരാണ്. അപ്പൊ അവരെ അതിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ സഭ ചെയ്യുന്ന കാര്യങ്ങളിൽ, പറയുന്ന പ്രസംഗങ്ങളിൽ ആ സാമൂഹിക പശ്ചാത്തലവും ഈ ഇപ്പോൾ ജീവിക്കുന്ന സമൂഹത്തിലാണ് ദെൻ കോണ്ടെക്സ്റ്റ് ആൻഡ് ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ്, ഇതിനെ രണ്ടിനെയും ചേർക്കുവാൻ വേദപുസ്തകം അതിന് സജ്ജമാണ്. ഏറ്റവും പ്രതിസന്ധിയുള്ള സ്ഥലത്ത് പുതിയത് മാത്രം കേൾക്കുവാൻ, സംതിങ് ന്യൂ ടു ബി സെഡ്, അത് കേൾക്കുവാൻ മനസ്സുള്ളവരായി ഏതൻസിൽ അഥേനയിൽ ആയിരുന്നവരുടെ നടുക്ക് ചെന്ന് നിങ്ങൾ അന്വേഷിക്കുന്ന വാട്ട് യു ആർ സീക്കിംഗ്, വാട്ട് യു ആർ എൻക്വയറിംഗ്, അതാണ് സോഫിയ വിസ്ഡം എന്നൊക്കെ നമ്മൾ പറഞ്ഞ ഫിലോസഫിക്കൽ സെർച്ച്, കോസ്റ്റ് ഓഫ് ദ മൈൻഡ്. ആ ഫിലോസഫിക്കൽ സെർച്ചിന് ഉത്തരം വെളിപ്പാടിലൂടെ ദൈവം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരെ പ്രതിബദ്ധതയോടെ സുവിശേഷത്തിൽ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി നൽകി സത്യസുവിശേഷം പറഞ്ഞ അപ്പോസ്തലനായ പൗലോസ് ക്രേറ്റ പോലത്തെ ഒരു സ്ഥലത്ത് അലസതയും ഉദാസീനതയും കള്ളം പറയുന്നവരുമായ സമൂഹത്ത് യൗവനക്കാരനായി തീത്തോസിനെ ആക്കി വെച്ച് അവരുടെ ഇടയിൽ നിന്ന് വിശ്വസ്തന്മാരെ ഉളവാക്കി പുതിയ ക്രിസ്തീയ സമൂഹത്തെ പണിതെടുത്ത ക്രിസ്ത്യാനിറ്റി ഏറ്റവും ഏകാന്തതയിലും ഒറ്റപ്പെടലിലും
അതുകൊണ്ട് വെളിപ്പാടിനെ ഇല്ലാതാക്കാമെന്നത് കണ്ടിരുന്ന ഇടത്ത് കർത്തൃദോസത്തിൽ ആത്മവിവശതയിലായി ഏകാന്തതയും അതിന്റെ പ്രതിസന്ധികളെയും ജയിച്ച യോഹന്നാൻ ഒക്കെ നമുക്ക് നൽകുന്ന ഏറ്റവും നല്ല പ്രചോദനവും മാർഗനിർദ്ദേശവും ഏത് പ്രതിസന്ധികളാകട്ടെ, ഫിലോസഫിക്കലായിട്ടായിക്കോട്ടെ, ചരിത്രപരമായിട്ടായിക്കോട്ടെ, പീഡനങ്ങൾ കൊണ്ടായിക്കോട്ടെ, ഇതിനെ എല്ലാം ജയിച്ച സഭയാണ് ക്രിസ്തുവിന്റെ സഭ. അതിനെ ആ മാർഗനിർദ്ദേശങ്ങളെയും ആ മാതൃകകളെയും മുൻനിർത്തി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. ഞാൻ ആഗ്രഹിച്ചതിൽ പറയാതെ പോയ കാര്യം ഞാനത് റൈറ്റിംഗിൽ എപ്പോഴും നൽകാൻ ശ്രമിക്കാം. അത് ഈ LGBTQ ഇഷ്യൂസ്, അത് നൽകുന്ന ധാർമ്മികത വെല്ലുവിളി എന്നുള്ളതാണ്. ലെസ്ബിയൻ, ഹോമോസെക്ഷുവാലിറ്റി, ട്രാൻസ്ജെൻഡർ, ക്യൂർ, ഈ വാക്കുകളെങ്കിലും നമ്മൾ സഭകൾക്ക് പരിചയപ്പെടുത്തി നൽകണം. ഇന്നത്തെ കുഞ്ഞുങ്ങൾ ഒരു കാരണവശാലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നുള്ള ദൈവവചന ചിന്തയോട് അടുത്തുവരുവാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എന്തുകൊണ്ട് ഒരു മനുഷ്യനെ കാണുമ്പോൾ, ഒരു പുരുഷനെ കാണുമ്പോൾ, ഒരു സ്ത്രീയെ കാണുമ്പോൾ, ഒരു ട്രാൻസ്ജെൻഡർ എന്നുള്ള റിയാലിറ്റിയാണ്, ഇവരെ മൂന്നുപേരെയും കാണുമ്പോൾ എങ്ങനെയാണ് അവരുടെ ജനിതകപരമായ വളർച്ചയെ വേദപുസ്തകം മനസ്സിലാക്കുന്നത്, അവരെ എങ്ങനെയാണ് ദൈവത്തിന്റെ കാര്യം പരിചയപ്പെടുത്തി നൽകുന്നത് പറഞ്ഞു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം സഭയ്ക്കുണ്ട്. ഞാൻ അങ്ങനെ തന്നെ സൃഷ്ടിക്കപ്പെട്ടവനാണ്, ഐ എം ബോൺ ആസ് എ ഹോമോസെക്ഷൽ, ഐ എം ബോൺ ആസ് എ ലെസ്ബിയൻ എന്നാണ് ആർഗ്യുമെന്റ്. മനുഷ്യനെ അങ്ങനെയല്ല സൃഷ്ടിച്ചതെന്ന് വേദപുസ്തകം കൃത്യമായി പറഞ്ഞു നൽകുന്നുണ്ട്. യശ്കല പ്രവാചന പുസ്തകം മുതൽ ശേപ്രവാചന പുസ്തകം മുതൽ നമുക്ക് നൽകുന്ന നല്ല എക്സ്പ്ലനേഷൻസ് ഉണ്ട്. പുതിയ നിയമം അതിന്റെ ഇടപെടലുകളെ പറ്റി നൽകുന്നതായ വിവരണങ്ങളുണ്ട്. ഇതെല്ലാം പറഞ്ഞു നൽകിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ തലമുറയെ ഒരു പുതിയ ആത്മീയതയിലേക്ക് കൊണ്ടുവരുന്നത്. അവസാനത്തെ ഭാഗം നിത്യത നമുക്ക് ഒരു കാൽച്ചൂടാണ്. നമ്മൾ നിൽക്കുന്നുള്ളത് ഒരു കാൽച്ചൂടാണ്. ഇബ്രാഹിം നമുക്കത് പറഞ്ഞു നൽകുന്നു. നമ്മുടെ ചുറ്റും സാക്ഷികളുടെ വലിയൊരു സമൂഹമുണ്ട്. ഈ ചരിത്രത്തെ മുഴുവൻ നമ്മൾ നിർത്തുമ്പോൾ വോൾട്ടയർ എന്ന് പറഞ്ഞ പ്രശസ്തനായ തത്വചിന്തകൻ എന്റെ കാലഘട്ടത്തിന് ശേഷം വേദപുസ്തകം അവശേഷിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം താമസിച്ച ഭവനം പിന്നീട് ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിൾ സൂക്ഷിക്കുന്ന ഇടമായി മാറി തീർന്നു. വൈ ഐ ആം നോട്ട് എ ക്രിസ്ത്യൻ എന്നെഴുതിയ ബെർട്രാൻഡ് റസലിന് ശേഷം വൈ ഐ ആം ക്രിസ്ത്യൻ എന്നുള്ള പുസ്തകങ്ങൾ 100-ലധികം ഗ്രന്ഥങ്ങളാണ്. എന്തുകൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ബെർട്രാൻഡ് റസൽ എന്ന് പറഞ്ഞ പ്രശസ്തനായ തത്വചിന്തകൻ വൈ ഐ ആം നോട്ട് എ ക്രിസ്ത്യൻ എന്നുള്ള ഗ്രന്ഥം എഴുതി അനേക പ്രതികൾ വിറ്റപ്പോൾ ഇനി ഒരു ഉത്തരം ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഫ്രെഡറിക് നീഷെ എന്ന് പറഞ്ഞ, ഇപ്പോൾ ഇവിടെ ഹിപ്പിയെ പറ്റി പറഞ്ഞു, ഹിപ്പി സംസ്കാരത്തിന് അടിവരയിട്ട തത്വചിന്തകൻ പറഞ്ഞു, when I look at the Christian, I believe that the Christian God is dead. ഞാൻ ക്രിസ്ത്യാനികളെ നോക്കുമ്പോൾ അവിടെ ദൈവം ചത്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. നീഷയ്ക്കും ഹിപ്പി സംസ്കാരത്തിനും ശേഷം മോഡേൺ മിഷണറി മൂവ്മെന്റ് വന്നപ്പോൾ അതുവരെ ആത്മാക്കളെ നേടിയതിലും അതുവരെ മിഷൻ ഏജൻസികൾ ആരംഭിച്ചതിലും അതിശ്രേഷ്ഠമായ ഏറ്റവും വലിയ വളർച്ച പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കുണ്ടായി. കാറൽ മാർക്സും എംഗൽസിന്റെയും കമ്മ്യൂണിസവും വേൾഡ് വാറിന്റെ യുദ്ധങ്ങളും വന്നതിന് ശേഷം യുദ്ധങ്ങളെ ജയിക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തിന് ദൈവത്തെ ആവശ്യമില്ല എന്ന് പഠിപ്പിച്ചു. എന്നാൽ 1950 ശേഷം പുതുതായി രൂപീകരിക്കപ്പെട്ട രാജ്യങ്ങളെയും സംസ്ഥാനങ്ങളെയും ഭരണ സംവിധാനങ്ങളെയും എല്ലാം കീഴടക്കിക്കൊണ്ട് ലോകത്തിന്റെ എല്ലാ കോണുകളിലും ബൈബിളുകൾ പ്രിന്റ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ആത്മീയതയെ പരിചയപ്പെടുത്തുവാനും കഴിയും. അതുകൊണ്ട് ഈ പ്രതിസന്ധികളെ പറ്റി ഒന്നും ഭാരപ്പെടാതെ, അതിൽ ആശങ്കപ്പെടാതെ, അതിന് ത്വരിതമായ പോക്ക് വഴികളെ കണ്ടെത്തുവാൻ ശാരോൺ സഭയെയും റൈറ്റേഴ്സ് ഫോറത്തെയും ദൈവം ശക്തിപ്പെടുത്തട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവസാന ഭാഗം ഞാൻ നന്നായി ചുരുക്കിയാണ് പറഞ്ഞത്. അത് സമയം മുന്നോട്ട് പോയി എന്നുള്ളത് കൊണ്ടാണ്. അത് ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു, എങ്കിലും അത് അങ്ങനെ ചുരുക്കിയതാണ്. സഹകരണങ്ങൾക്ക് നന്ദി. എനിക്ക് അവസരം നൽകിയ അനിസാറിന്, റൈറ്റേഴ്സ് ഫോറത്തിന്, ശാരോൺ സഭയ്ക്ക് നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കണം. Praise the Lord. Praise the Lord. ദൈവത്തിന് മഹത്വം. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഈ സെമിനാറിന്റെ ഭാഗമാകുവാനായിട്ട് സാധിച്ചു. ഇനി കുറച്ച് സമയം പെട്ടെന്ന് അവസാനിക്കും. ഇപ്പോൾ 9:45 ആയിട്ടുള്ളൂ. ഇനി നമുക്ക് 1/4 മണിക്കൂറുകളുണ്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത സമയം. നമ്മുടെ ചെയർമാൻ സാം ടി മുഖത്തല പാസ്റ്റർ അടക്കം ഉള്ളവർ ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനം നേരുന്നു. പലർക്കും പല പ്രോഗ്രാമുകൾ ഉള്ളത് കൊണ്ട് ചിലരൊക്കെ ലേറ്റായിട്ടാണ് കയറിയത്. അവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ആ പ്രസന്റേഷന് പ്രത്യേകം നന്ദി. അദ്ദേഹം ഒത്തിരി തയ്യാറെടുത്ത് നോട്ടുകളൊക്കെ ഉണ്ടാക്കി സ്ക്രീൻ ഷെയറിംഗ് മെറ്റീരിയലൊക്കെ പ്രിപ്പയർ ചെയ്താണ് ഇത് ചെയ്തത്. അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കാനായിട്ട് കുറച്ച് സമയം വേർതിരിക്കുന്നു. അതിനുശേഷം ഈ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി പാസ്റ്റർ അനീഷ് കൊല്ലങ്കോട് തുടർന്നുള്ള കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്ത് പ്രാർത്ഥനയോടെ നമുക്ക് അവസാനിപ്പിക്കാം.
ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അവരവരുടെ മൈക്രോഫോൺ ഓണാക്കി ചോദിക്കാവുന്നതാണ്.